സാർ ഒരു മിനിറ്റ്, ഇതിനകത്ത് തുടങ്ങിയ ഇല്ല, കുഴപ്പമില്ല, സ്റ്റാർട്ട് ചെയ്യും. Hi students, NEET chemistry one of the important section ആണ് inorganic chemistry. Inorganic chemistry P block elements and D and F block elements important questions ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു റീസെൻറ്റ് ഇയേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ നിന്ന് ആയിട്ട് ഒരു 3 to 5 ക്വസ്റ്റ്യൻസ് എങ്ങനെയായാലും സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. സോ ദീസ് 2 ചാപ്റ്റേഴ്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് in organic chemistry. Inorganic chemistry വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സാണ് പി ബ്ലോക്ക് എലമെൻസും അതുപോലെ തന്നെ എന്താണ് ഡി എൻ എഫ് ബ്ലോക്ക് എലമെൻസും. കാരണം റീസെൻറ്റ് ഇപ്പോൾ 2022 നോക്കുവാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി രണ്ട് ചാപ്റ്റേഴ്സിൽ നിന്നായിട്ട് അറൗണ്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റീസെൻറ്റ് ഇയേഴ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ അപ്രോക്സിമേറ്റ്ലി ഒരു 3 to 5 ക്വസ്റ്റ്യൻസ് എങ്ങനെയായാലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ചാപ്റ്റേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So we can directly move on to the questions. So the first question, boric acid is an acid because it contains replaceable H plus ion, gives up a proton, accept OH minus from water releasing proton, combines with proton from water molecule. So നമുക്കറിയാം ആസിഡ്സിൻ്റെ ഡിഫറെൻറ്റ് ഡെഫിനേഷൻസ് ആണ്. There are 3 definitions for acids അല്ലേ? Arrhenius concept, ലൂയിസ് കൺസെപ്റ്റ്, ലൗറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സ് ഉണ്ട്. അതിൽ അറീനിയസ് കൺസെപ്റ്റ് ആണെങ്കിൽ H പ്ലസ് ഡോണർ ഇൻ അക്വസ് മീഡിയം ആണ് എന്താ ആസിഡ്. ലൗറി ബ്രോൺസ്റ്റഡ് ആണെങ്കിൽ സിംപ്ലി H പ്ലസ് ഡോണറാണ്. ഇനി അതുപോലെ തന്നെ ലൂയിസ് കൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിലാണ് ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ ഇസ് ആൻ ലൂയിസ് ആസിഡ് ആണ്. അപ്പോൾ ആസിഡ്സിന് 3 ഡെഫിനേഷൻസ് ഉണ്ട് മെയിൻലി. ഓക്കെ, അപ്പോൾ H3BO3 ആസിഡ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് നോക്കാം. H3BO3 that is orthoboric acid or simply boric acid, അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. Here to the boron 3 OH groups are attached and these OH groups are linked to other boric acid units through hydrogen bonds. Okay, so ബോറോണിന് ചുറ്റും എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഇതിൽ 3 OH ബോൺസ് ആണ് ബോറോണിന് ചുറ്റുമുള്ളത്. സോ ദർ ആർ ഇൻ ഈച്ച് ബോൺ ദർ ആർ 2 ഇലക്ട്രോൺസ് ഈച്ച്. സോ ടോട്ടൽ ബോറോണിന് ചുറ്റും എത്ര ഇലക്ട്രോൺസേ ഉള്ളൂ? 6 ഇലക്ട്രോൺസേ ഉള്ളൂ. അതിൻ്റെ ഒക്ടറ്റ് എന്തല്ല, കംപ്ലീറ്റ് അല്ല. അതായത് ഇറ്റ് ക്യാൻ അക്സെപ്റ്റ് ആൻ ഇലക്ട്രോൺ പെയർ. അവർക്ക് എന്ത് ചെയ്യാം? ഒരു ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ബോറിക് ആസിഡ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വാട്ടറിൽ നിന്ന് OH മൈനസിനെ അക്സെപ്റ്റ് ചെയ്യും. ബിക്കോസ് ഇറ്റ് ഹാസ് ടു കംപ്ലീറ്റ് ഒക്ടറ്റ്. അതുവഴി എന്ത് ചെയ്യുന്നു? H പ്ലസിനെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ബോറിക് ആസിഡ് ഡു? ഇറ്റ് വിൽ അക്സെപ്റ്റ് OH മൈനസ്. അതായത് ഓർത്തോബോറിക് ആസിഡ് ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ് BOH thrice. ഇത് വാട്ടറിൽ നിന്ന് എന്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നു? OH മൈനസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എക്സിസ്റ്റ് ആസ് വാട്ട്? BOH4 മൈനസ് പ്ലസ് H പ്ലസ്. അതായത് ഓർത്തോബോറിക് ആസിഡ് വാട്ടറിൽ നിന്ന് OH മൈനസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് OH മൈനസിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്? കാരണം ഓർത്തോബോറിക് ആസിഡിൽ ഒരു ബോറോണിന് 3 OH ബോണ്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടലി ബോറോണിന് ചുറ്റും 6 ഇലക്ട്രോൺസേ ഉള്ളൂ. ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല. 2 ഇലക്ട്രോൺസിനെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യും? വാട്ടറിൽ നിന്ന് 2 ഇലക്ട്രോണിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? OH മൈനസിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? 2 ഇലക്ട്രോൺസിനെ അവർ ഗെയിൻ ചെയ്യുന്നത്. അതുവഴി എന്ത് റിലീസ് ചെയ്യും? H പ്ലസ് റിലീസ് ചെയ്യും. This is how orthoboric acid is acting as an acid. So orthoboric acid itself a Lewis acid as well as a monobasic acid, a weak monobasic acid. എന്തുകൊണ്ടാണ് അവർ മോണോബേസിക് ആസിഡ് ആണെന്ന് പറയുന്നത്? ഓർത്തോബോറിക് ആസിഡിന് സ്വന്തമായി H പ്ലസിനെ റിലീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അവരെന്താ ചെയ്യുന്നത്? വാട്ടറിൽ നിന്ന് OH മൈനസിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? വാട്ടറിലുണ്ടായിരുന്ന H പ്ലസിനെ റിലീസ് ചെയ്യും. അങ്ങനെയാണ് അവരെന്താവുന്നത്?
മോണോ ബേസിക് ആസിഡ്. എന്താ മോണോ ബേസിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു H പ്ലസിന് റിലീസ് ചെയ്യാൻ പറ്റുന്ന ആസിഡ്സിനെയാണ് എന്ത് പറയുന്നത്? മോണോ ബേസിക് ആസിഡ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഇസ് എ ലൂയിസ് ആസിഡ്? ഒരു ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണെന്ത്, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺ പെയറിനെ ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണെന്ത്? ലൂയിസ് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഇലക്ട്രോൺ പെയറിനെയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യുന്നുണ്ട്? H പ്ലസിനെ റിലീസും ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഇസ് എ ലൂയിസ് ആസിഡ് ആസ് വെൽ ആസ് എ വീക്ക് മോണോ ബേസിക് ആസിഡ്. അപ്പോൾ എന്താണ് ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? വാട്ട് ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ ഓവർ ഹിയർ? ബോറിക് ആസിഡ് ഇസ് എൻ ആസിഡ് ബിക്കോസ് it accepts OH minus from water releasing proton. Proton means H plus. So ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ വരുന്ന ഏതാണ്? സി. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ബോറിക് ആസിഡിൻ്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞു. ഓർത്തോബോറിക് ആസിഡ് ഓർ ബോറിക് ആസിഡ്, ബോറോണിൻ്റെ ചുറ്റും എന്താണ്? 3 OH ബോണ്ടാണ് വരുന്നത്. ടോട്ടലി എത്ര ഇലക്ട്രോൺസേ വരുന്നുള്ളൂ ബോറോണിന് ചുറ്റും? 6 ഇലക്ട്രോൺസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒക്റ്ററ്റ് കംപ്ലീറ്റ് അല്ല. സോ ഇറ്റ് ക്യാൻ വാട്ട്? ഗെയിൻ 2 more electrons. Okay, that is why it is acting as a Lewis acid, and it accepts OH minus like that and thereby release H plus, and therefore it is a monobasic acid. Okay, now we can move on to the next question. This question clear ആയി എന്ന് വിചാരിക്കുന്നു. The stability of +1 oxidation state of aluminum, gallium, indium and thallium increases in the sequence. So this is a question related to group 13. Group 13 ഏതൊക്കെ എലമെൻറ്റ്സ് ആണുള്ളത്? വിച്ച് ആർ ദി എലമെൻറ്റ്സ് ഇൻ ഗ്രൂപ്പ് 13? ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഇത്രയാണ് ഗ്രൂപ്പ് 13 എലമെൻറ്റ്. ദർ ഇസ് വൺ മോർ എലമെൻറ്റ് ഓവർ ദർ വിച്ച് ഇസ് എ റേഡിയോ ആക്റ്റീവ് ആൻഡ് ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്. സിൻസ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ആർ നോട്ട് നോൺ, വി ആർ നോട്ട് ഗോയിങ് ടു ഡിസ്കസ് ദാറ്റ്. ഓക്കെ, അപ്പോൾ ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, ഇതാണ് ഗ്രൂപ്പ് 13 എന്ന് പറയുന്നത്. അത് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ന്യൂമോണിക് യൂസ് ചെയ്യാം. വി ക്യാൻ യൂസ് ഇറ്റ് ആസ് ബാഗറ്റ്. B for boron, A for aluminum, G for gallium, I for indium and T for thallium. അങ്ങനെ ഒരു കോഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഗ്രൂപ്പ് 13 ഓർത്തിരിക്കുകയും ചെയ്യാം. ഇതിലെ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡറാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഗ്രൂപ്പ് 13 എലമെൻസിന് ദർ ആർ 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ദർ ഇസ് +1 ആൻഡ് +3. ഗ്രൂപ്പ് 13ൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് NS2 NP1 ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. Group oxidation state always refers to the number of valence electrons in the outermost shell. നിങ്ങൾ പഠിച്ചു കാണാം. അത് പി ബ്ലോക്ക് എടുക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. പി ബ്ലോക്കിലെ ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അത്രയും ഇലക്ട്രോൺസിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഗ്രൂപ്പ് 13 പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് 13ൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS2 NP1 ആണ്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? +3 ആണ്. അതുകൂടാണ്ട് മറ്റൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടെ ഗ്രൂപ്പ് 13 കാണിക്കും, ദാറ്റ് ഇസ് +1. ആൻഡ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ഇനേർട്ട് പെയർ ഇഫക്റ്റ്. Inert pair effect is reluctance of S electrons to take part in bonding. അതായത് എസ് ഇലക്ട്രോൺസിന് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല. അതാണ് ഇനേർട്ട് പെയർ എഫക്റ്റ്. അതും ഓക്സിഡേഷൻ സ്റ്റേറ്റുമായിട്ട് എന്താണ് റിലേഷൻ നമുക്ക് നോക്കാം. അതായത് ഇത് എല്ലാ ഗ്രൂപ്പിനും ആപ്ലിക്കബിൾ ആണ്. ഇറ്റ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ എ സിംഗിൾ ഗ്രൂപ്പ്. ഗ്രൂപ്പ് 13 മാത്രമല്ല 15, 14 ഏത് പി ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാലും എല്ലാ ഗ്രൂപ്പിനും എന്താണ് ദിസ് കൺസെപ്റ്റ് ഇസ് ആപ്ലിക്കബിൾ. ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ്, ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി കുറയുകയും ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി കൂടുകയും ചെയ്യും. അതായത് ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ്, ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ഡിക്രീസസ് ആൻഡ് lower oxidation state stability increases. ഇവിടെ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. ഗ്രൂപ്പ് 13ൻ്റെ കേസിൽ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? +1 ആണ്. അതായത് ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ്, ബോറോണിൽ നിന്ന് താലിയത്തിലേക്ക് വരുന്തോറും +3യുടെ സ്റ്റെബിലിറ്റി കുറയുകയും അതുപോലെ തന്നെ +1ൻ്റെ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യുകയും കൂടി വരികയും ചെയ്യും. എന്തുകൊണ്ടായിരിക്കാം അത് നോക്കാം. ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ്, അതായത് അലൂമിനിയത്തിന് ശേഷം ഗാലിയം, ഇൻഡിയം, താലിയം, ഇതിനകത്തൊക്കെ D ആൻഡ് F ഓർബിറ്റൽസിൻ്റെ ഫില്ലിംഗ് വരുന്നുണ്ട്. ഈ D ആൻഡ് F ഓർബിറ്റൽസിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഹാവിങ് പുവർ ഷീൽഡിങ്. അവർക്ക് എന്തില്ല? ഷീൽഡ് ചെയ്യാനുള്ള കഴിവില്ല. ഷീൽഡ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ന്യൂക്ലിയസ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും.
അപ്പോൾ വാട്ട് ഹാപ്പൻസ്, ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ് വിൽ എക്സ്പീരിയൻസ് ഗ്രേറ്റർ അട്രാക്ഷൻ ഫ്രം ദ ന്യൂക്ലിയസ്. അങ്ങനെ വരുമ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള എസ് ഇലക്ട്രോൺസിന് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. കാരണം ന്യൂക്ലിയസ് ഇസ് ടൈറ്റ്ലി അട്രാക്ടിങ് ദോസ് എസ് ഇലക്ട്രോൺസ്. അപ്പോൾ ഏത് ഇലക്ട്രോൺസ് മാത്രം ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും? പി ഇലക്ട്രോൺസ് മാത്രം ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും ഏത് കാണിക്കുന്നത്? ബോട്ടം ലെവലിലുള്ള ഗ്രൂപ്പ് എലമെൻറ്റ്സ് കാണിക്കുന്നത്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഒന്നുകൂടെ പറയാം. അതായത് ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ് +3യുടെ സ്റ്റെബിലിറ്റി കുറഞ്ഞു വരികയും +1യുടെ സ്റ്റെബിലിറ്റി കൂടി വരികയും. അതിൻ്റെ റീസൺ എന്താണ്? ഇനേർട്ട് പെയർ ഇഫക്റ്റ്. എന്താ ഇനേർട്ട് പെയർ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലക്റ്റൻസ് ഓഫ് എസ് ഇലക്ട്രോൺസ് ടു ടേക്ക് പാർട്ട് ഇൻ ബോണ്ടിങ്. അതായത് എസ് ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. വൈ? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ്, അതായത് ഗാലിയം തൊട്ട് താഴത്തേക്ക് അങ്ങോട്ട് ഡി ആൻഡ് എഫ് ഓർബിറ്റൽസ് ഫിൽ ചെയ്യും. ഡി ആൻഡ് എഫ് ഓർബിറ്റൽസിൻ്റെ പ്രത്യേകത ആണ് ദേ ആർ ഹാവിങ് പുവർ ഷീൽഡിംഗ് എഫക്റ്റ്. Since there is no shielding, the nucleus will attract the outermost electrons. So the s electrons will experience greater attraction. Therefore, s electrons will not take part in bonding. Therefore, it will show what? +1 oxidation state. So as we move down the group, +1 oxidation state stability increases. So നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. സോ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇന്ത്യൻ താലിയം. ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആർക്കാണ്? താലിയത്തിനാണ്. അപ്പോൾ നമുക്ക് ഓർഡർ ഒന്ന് നോക്കാം. സോ വിച്ച് വിൽ ബി ദി ഓർഡർ? അലൂമിനിയം, ഗാലിയം, ഇന്ത്യൻ താലിയം. ഇതല്ലേ ഫസ്റ്റ് ഓപ്ഷൻ കിടക്കുന്നത്. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് ദ ഓർഡർ. കാരണം ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ് +1യുടെ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? കൂടി വരും. ഇപ്പോൾ അലൂമിനിയം, ഗാലിയം, ഇന്ത്യൻ താലിയം അത് തന്നെയല്ലേ ഗ്രൂപ്പ് 13ൻ്റെ ഓർഡർ. സോ വിച്ച് ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ എ. Now moving on to the next question. Which of these is not a monomer for a high molecular mass silicon polymer? This is a question related to silicons. നിങ്ങൾ ഗ്രൂപ്പ് 14 പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സിലിക്കോൺസ് എന്ന് പറയുന്നത്. സോ നമുക്ക് സിലിക്കോൺസ് എന്താണെന്ന് ആദ്യം ഒന്ന് നോക്കാം. അതിനുശേഷം ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹൗ ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻ. ഓക്കെ. Silicons are simply organo-silicon polymer where R2SiO as the repeating unit. ഓക്കെ. സിലിക്കോൺസ് എന്ന് പറയുന്നത് എന്താണ്? ഓർഗാനോ സിലിക്കൺ പോളിമർ ആണ്. പോളിമേഴ്സിൽ അറിയാം വി വിൽ ഹാവ് എ റിപ്പീറ്റിംഗ് യൂണിറ്റ്. ഇവിടുത്തെ റിപ്പീറ്റിംഗ് യൂണിറ്റ് ആയിട്ട് വരുന്നത് R2SiO ആണ് എന്തായിട്ട് വരുന്നത്? റിപ്പീറ്റിംഗ് യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഇതിൽ R എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ആൽക്കൈൽ ഓർ അറൈൽ ഗ്രൂപ്പ്, ഏത് വേണമെങ്കിലും ആവാം. ഓക്കെ, ഏതായാലും കുഴപ്പമില്ല. ഓക്കെ. സോ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് will be RnSiCl4-n. ഇതായിരിക്കും സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ CH3 R ഐറ്റം CH3 ആണ് എടുത്തിരിക്കുന്നത്. CH3 twice SiCl4- n എന്ന് പറയുമ്പോൾ 4-2 എന്ത് വരും? ഇറ്റ് വിൽ ബി 2. സോ ദിസ് ഇസ് എ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. ഓക്കെ. സോ ഇതാണ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. എങ്ങനെയാണ് ഈ സിലിക്കോൺ പോളിമർ ഫോം ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. Silicon, 2 CH3 groups and 2 Cl groups. First it is hydrolyzed. So what happens is that this H and this Cl combines and eliminate as what? HCl. So 2 HCl will be eliminated off and SiCH3 CH3. Instead of Cl you will have OH over here. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്താണ്? CH3 twice SiCl2 ആണ്. അതിനെ ഹൈഡ്രോളൈസ് ചെയ്യും. എന്താ ഹൈഡ്രോളൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ടറിലെ എച്ചും അതുപോലെ തന്നെ എന്താണ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിൽ ക്ലോറിനും കൂടെ എന്തായിട്ട് എലിമിനേറ്റ് ചെയ്യും? HCl ആയിട്ട് എലിമിനേറ്റ് ചെയ്യും. ക്ലോറിന് വരെ എന്ത് വരും? OH വരും. ആൻഡ് ദീസ് യൂണിറ്റ്സ് വിൽ അണ്ടർഗോ കണ്ടൻസേഷൻ. എന്താ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 യൂണിറ്റ്സ് കമ്പൈൻ ചെയ്ത് വാട്ടർ എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുക? കണ്ടൻസേഷൻ പ്രോസസ്സ് എന്ന് പറയാം അല്ലേ. സോ ഹൗ ദ കണ്ടൻസേഷൻ ഒക്കേഴ്സ്? നമുക്ക് കണ്ടൻസേഷൻ ഒന്ന് നോക്കാം.
CH3, CH3, OH, OH. You can see the condensation over here. ഇവിടെ നോക്കിക്കേ, 2 യൂണിറ്റ്സ് കമ്പൈൻ ചെയ്ത് അതിൽ നിന്ന് എന്ത് എലിമിനേറ്റ് ചെയ്യും? വാട്ടർ എലിമിനേറ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ ബി കണ്ടിന്യൂയിങ് ലൈക്ക് ദിസ്. ഇതുപോലെ എന്ത് ചെയ്യുന്നു? ചെയിൻ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. സോ വാട്ട് വിൽ യു ഗെറ്റ്? യു വിൽ ഗെറ്റ് Si, CH3, CH3, O, Si, CH3, CH3, O, Si, CH3, CH3. It goes like this. ഇതാണ് എന്ത്? ഓർഗാനോ സിലിക്കൺ പോളിമർ എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? സോ ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. വാട്ട് ഇസ് ദ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഓവർ ഹിയർ ഫോർ ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ്? It can be written like this: Rn Si Cl 4 - N ആണ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. യു ഹാവ് ടു ഹൈഡ്രലൈസ് ഇറ്റ് ആൻഡ് റിമൂവ് ദാറ്റ് Cl വിത്ത് വാട്ട്? റീപ്ലേസ് ദാറ്റ് Cl വിത്ത് വാട്ട്? OH. അതിനുശേഷം എന്ത് ചെയ്യുക? കണ്ടൻസേഷൻ ആണ്. അതായത് 2 യൂണിറ്റ് കമ്പൈൻ ചെയ്യുന്നു, വാട്ടർ എലിമിനേറ്റ് ചെയ്യുന്നു, അങ്ങനെ ചെയിൻ ലെങ്ത് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് ഓർഗാനോ സിലിക്കൺ പോളിമർ എന്ന് പറയുന്നത്. ഈ ഓർഗാനോ സിലിക്കൺ പോളിമറിൻ്റെ മോണോമർ ആകാൻ പറ്റാത്തത് ഏതാണെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ തന്നിരിക്കുന്ന ഓപ്ഷൻ Me3SiCl. Me എന്ന് പറയുന്നത് CH3യുടെ അബ്രിവേഷൻ ആണ് കേട്ടോ. Me3SiCl. PHSiCl3. PH എന്ന് പറയുന്നത് ഫിനൈൽ ഗ്രൂപ്പ്, അതായത് ബെൻസീൻ റിങ്, അതിൻ്റെ അബ്രിവേഷൻ ആണ്. MESiCl3, Me2SiCl2. ഇതിൽ ഏതാണ് സിലിക്കൺ പോളിമറിന് മോണോമർ ആകാൻ പറ്റാത്തത്? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിവിടെ ഫസ്റ്റ് ഓപ്ഷൻ വെച്ച് ആദ്യം ഒന്ന് ചെയ്യാം. Me3SiCl. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഹൈഡ്രോളിസിസ് ആണ്. ദാറ്റ് ഈസ് റിയാക്ഷൻ വിത്ത് വാട്ടർ ആണ്. എന്ത് എലിമിനേറ്റ് ചെയ്യും? HCl എലിമിനേറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? Me3SiOH അല്ലേ? അപ്പോൾ നമുക്ക് ഇനി അടുത്ത എന്താണ്? കണ്ടൻസേഷൻ ആണല്ലേ? അപ്പോൾ നമുക്ക് കണ്ടൻസേഷൻ ഒന്ന് ചെയ്യാം. ഇതിൽ 3 CH3 ആണ് സിലിക്കണിലേക്ക് വന്നിരിക്കുന്നത്. MEക്ക് പകരം ഞാൻ CH3 എന്ന് തന്നെ കൊടുക്കുകയാണ്. എന്ത് ചെയ്യുന്നു? കണ്ടൻസേഷൻ പ്രോസസ്സ് എന്താണ്? വാട്ടർ എലിമിനേറ്റ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? Si, CH3, 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 O, Si, CH3, CH3, CH3. ഇനി ഫർദർ ഈ ചെയിൻ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. കാരണം ഇനി കണ്ടൻസേഷൻ നടത്താനായിട്ട് എന്തില്ല ഇവിടെ? OH ഗ്രൂപ്പ്സ് അവൈലബിൾ അല്ല. സോ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ എ മോണോമർ. അതെന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല? നമുക്ക് മോണോമറായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഏതാണ് ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്? ദാറ്റ് വിൽ ബി ദ ഫസ്റ്റ് ഓപ്ഷൻ ഇറ്റ് സെൽഫ്, Me3SiCl. മിനിമം അതിന് 2 ക്ലോറിനെങ്കിലും വേണം. 2 ക്ലോറിനെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചെയിൻ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. 1 ക്ലോറിനാണെങ്കിൽ 1 OH ആണ് അവിടെ വരുള്ളൂ. 1 OH വന്നു കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യമേ കണ്ടൻസേഷൻ നടക്കുള്ളൂ. പിന്നെ ചെയിൻ ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ദിസ് കനോട്ട് ബി യൂസ്ഡ് ആസ് എ മോണോമർ ഫോർ വാട്ട്? സിലിക്കൺ പോളിമർ. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. It is because of inability of NS electrons of the valence shell to participate in bonding that. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. SN2 plus is oxidizing while Pb+4 is reducing. SN2 plus and Pb2 plus are both oxidizing and reducing. SN4 plus is reducing while Pb4 plus is oxidizing. SN2 plus is reducing while Pb+4 is oxidizing. നമുക്കൊന്ന് നോക്കാം. ഇതിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അനുസരിച്ച് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ദി റെഡ്യൂസിങ് ആൻഡ് ഓക്സിഡൈസിങ് ആക്ഷൻ ഓഫ് വാട്ടർ, ടിൻ ആൻഡ് ലെഡ്. ടിൻ ആൻഡ് ലെഡിൻ്റെ ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ആക്ഷനെ കുറിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ക്വസ്റ്റ്യൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. This is also a question that is related to the oxidation state. Okay, അപ്പോൾ നമുക്ക്
കാർബൺ ഫാമിലി, കാരണം ടിൻ ആൻഡ് ലെഡ് എന്താണ് കാർബൺ ഫാമിലിയിലെ മെമ്പേഴ്സാണ്. നമുക്ക് കാർബൺ ഫാമിലിനെ ഒന്ന് പരിചയപ്പെടാം. ഏതൊക്കെയാണ് മെമ്പേഴ്സ്? കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ്. ഓക്കെ, ഇത് നമുക്ക് ഓർത്തിരിക്കാനും എന്തുണ്ട്? ന്യൂമോണിക്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ന്യൂമോണിക്സ് ചൂസ് ചെയ്യാം. നമ്മളിപ്പോൾ പറയുന്ന ന്യൂമോണിക്സ് തന്നെ എന്ന് വേണമെന്നില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ന്യൂമോണിക്സും ക്രിയേറ്റ് ചെയ്യാം. So one of the mnemonic that I prefer is chemistry sir gives standard problems. ഈ ഒരു ന്യൂമോണിക്സ് നമുക്ക് യൂസ് ചെയ്യാം കാർബൺ ഫാമിലിക്ക്. കെമിസ്ട്രി സി, കെമിസ്ട്രി. സർ സിലിക്കൺ, ജെർമേനിയം ഗിവ്സ്, സ്റ്റാൻഡേർഡ് എസ് എൻ, സ്റ്റാനം അല്ലേ, സ്റ്റാനം അല്ലേ, ടിൻ എന്ന് പറയുന്നത് സ്റ്റാനം അതിൻ്റെ ലാറ്റിൻ വേർഡാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് എസ് എൻ ആൻഡ് പ്രോബ്ലംസ് ഫോർ പി ബി, ലെഡ്. ഓക്കെ, കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ്. ഈ ന്യൂമോണിക്സ് തന്നെ യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമല്ല, ബട്ട് യു ക്യാൻ ഓൾസോ യൂസ് ദിസ് വൺ ഓൾസോ. ഓക്കെ, സോ ദിസ് ഇസ് ദ ന്യൂമോണിക്സ് ദാറ്റ് ഐ പ്രിഫർ അബൌട്ട് കാർബൺ ഫാമിലി. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതാണ് കാർബൺ ഫാമിലി. സോ ടിന്നും ലെഡും ഏത് മെമ്പേഴ്സാണ്? കാർബൺ ഫാമിലിയിലെ മെമ്പേഴ്സാണ്. കാർബൺ ഫാമിലിയിലെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇസ് NS2 NP2 ആണ്. ഇവരുടെ ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് +4 ആണ്, ബിക്കോസ് ദർ ആർ 4 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ. ഓക്കെ, സോ ദിസ് ഇസ് ദി ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, അതുകൂടാണ്ട് മറ്റൊരു കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടെ ഗ്രൂപ്പ് 14 ദാറ്റ് ഈസ് +2. അപ്പോൾ ഗ്രൂപ്പ് 14 കോമൺ ആയിട്ട് കാണിക്കുന്ന 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് +2 ആൻഡ് +4. ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു ഗ്രൂപ്പ് 13 റിലേറ്റ് ചെയ്ത്. That is, as we move down the group, higher oxidation state stability decreases and lower oxidation state stability increases എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ എന്ത് ചെയ്തിരുന്നു? ഡിക്രീസ് ചെയ്തിരുന്നു. അതൊരു ഗ്രൂപ്പിന് മാത്രമല്ല എല്ലാ ഗ്രൂപ്പിനും ആപ്ലിക്കബിൾ ആണെന്നും ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ +4 ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ് +4 സ്റ്റെബിലിറ്റി ഡിക്രീസസ്, +2 സ്റ്റെബിലിറ്റി എന്താണ്? ഇൻക്രീസസ് ആണ്. ഓക്കെ, +4 സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു, +2 സ്റ്റെബിലിറ്റി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ടിൻ ആൻഡ് ലെഡ് നോക്കുമ്പോൾ ടിന്നിന് കുറച്ചുകൂടെ പ്രിഫർ +2 ആയിരിക്കും, ലെഡിന് +4 ആയിരിക്കും കുറച്ചുകൂടെ. ടിന്നിന് +4ഉം ലെഡിന് +2 ആയിരിക്കും കുറച്ചുകൂടെ പ്രിഫേർഡ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കാരണം ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ് എന്തിൻ്റെ സ്റ്റെബിലിറ്റി കൂടി വരും? ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി കുറഞ്ഞും ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി കൂടിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ടിന്നിന് ഏതാണ്? +4 ആയിരിക്കും പ്രിഫേർഡ് ആയിട്ട് വരിക, ലെഡിന് ഏതായിരിക്കും? +2 ആയിരിക്കും പ്രിഫേർഡ് ആയിട്ട് വരിക. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടിൻ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെങ്കിൽ അത് ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കും? ലെഡ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെങ്കിൽ അത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്തുകൊണ്ടാണ്? കാരണം ലെഡിന് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ +4 എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? +2ലേക്ക് കൺവേർട്ട് ചെയ്യും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് അണ്ടർഗോയിങ് റിഡക്ഷൻ. അവരെന്താണ്? റിഡക്ഷൻ അല്ലേ? ഏത്? ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? റിഡക്ഷൻ ആണ് അല്ലേ? അപ്പോൾ റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്നവർ എന്തായിട്ടായിരിക്കും ആക്ട് ചെയ്യുക? ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അവരെന്തായിട്ടും ആക്ട് ചെയ്യുക? ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ടിന്നിൻ്റെ കേസിലേക്ക് വരാം. ടിന്നിൻ്റെ കേസിൽ ഏതാണ് പ്രിഫേർഡ് ആയിട്ടുള്ളത്? +2 ആണ്, +4 ആണ് പ്രിഫേർഡ് ആയിട്ടുള്ളത്. അപ്പോൾ ടിന്ന് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണെങ്കിൽ അതെന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കും? +4 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണ് നടന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് അണ്ടർഗോയിങ് വാട്ട്? ഓക്സിഡേഷൻ. അവരെന്താ അണ്ടർഗോ ചെയ്യുന്നത്? ഓക്സിഡേഷൻ ആണ് അണ്ടർഗോ ചെയ്യുന്നത്. ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുന്നവർ എന്തായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ് എന്താണ്? ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി കുറഞ്ഞു വരും, അതായത് +4 സ്റ്റെബിലിറ്റി കുറഞ്ഞു വരും. ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? കൂടി വരും. ഇതിൻ്റെ റീസൺ ഗ്രൂപ്പ് 13 കേസിൽ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തത് അത് തന്നെയാണ്. ദാറ്റ് ഈസ് ഇനേർട്ട് പെയർ ഇഫക്റ്റ്. ഇലക്ട്രോൺസ് എന്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ വരുന്നു? ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ വരുന്നു. അതിന് കാരണം ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ് എന്താണ്? DNF ഓർബിറ്റൽസ് ഫില്ല് ചെയ്യും. DNF ഓർബിറ്റൽസ് ഫില്ല് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് പുവർ ഷീൽഡിംഗ് ആണ്. അപ്പോൾ
ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ ഔട്ടർമോസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോൺസിന് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലുള്ള എസ് ഇലക്ട്രോൺസിനായിരിക്കും കൂടുതൽ അട്രാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അപ്പോൾ ലോവർ മെമ്പേഴ്സിന് എപ്പോഴും എന്തായിരിക്കും പ്രിഫേർഡ്? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും ഹയറിലുള്ളവർക്ക് +4 ആയിരിക്കും പ്രിഫർ. അപ്പോൾ നമുക്ക് ടിന്നും ലെഡും എടുക്കുകയാണെങ്കിൽ ടിന്നിന് +4 ആയിരിക്കും പ്രിഫർ ചെയ്ത് വരുന്നത്, ലെഡിന് +2 ആയിരിക്കും എന്ത് ചെയ്യുന്നത് പ്രിഫർ ചെയ്ത് വരുന്നത്. അപ്പോൾ ലെഡ് നമ്മളിപ്പോൾ അസ്യൂം ചെയ്യുക ലെഡ് +4 ലെഡ് എപ്പോഴും എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കും? +2 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. +4 +2 ആയിട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറാണ് സംഭവിച്ചത്. അപ്പോൾ അവർക്ക് റിഡക്ഷൻ ആണ് സംഭവിച്ചത്. അപ്പോൾ അവരെന്തായിട്ട് ആക്ട് ചെയ്യും? റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്നവരെല്ലാവരും ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. സോ Pb+4 എന്താണ്? ഓക്സിഡൈസിങ് നേച്ചറാണുള്ളത്. ഇനി ലെഡ് ടിൻ എടുക്കുകയാണെങ്കിൽ ടിന്ന് +2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റിങ്ങിൽ അവരെന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കും? +4 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കും. കാരണം ടിന്നിന് കുറച്ചുകൂടെ സ്റ്റേബിൾ ഏതാണ്? +4 ആണ്. അപ്പോൾ അവരെന്ത് അണ്ടർഗോ ചെയ്യും? ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യും അല്ലേ? +2ൽ നിന്ന് +4 ആയിട്ട് ഇൻക്രീസാണ് ചെയ്തത്. സോ ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുന്നവരെല്ലാവരും എന്തായിട്ട് ആക്ട് ചെയ്യും? റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ടിൻ +2 എന്ത് നേച്ചറായിരിക്കും? റെഡ്യൂസിങ് നേച്ചറായിരിക്കും. സോ Sn+2 ഇസ് റെഡ്യൂസിങ് വൈൽ Pb+4 ഇസ് ഓക്സിഡൈസിങ്. സോ ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ഡി ആയിരിക്കും വരുന്നത്. Sn+2 ഇസ് റെഡ്യൂസിങ് വൈൽ Pb+4 ഇസ് വാട്ട്? ഓക്സിഡൈസിങ് ഇൻ നേച്ചർ. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ഈ ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കിയാണ്, പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കാൻ ശ്രമിക്കുക. കാരണം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തെറ്റാൻ വളരെ സാധ്യത കൂടുതലാണ്. കാരണം Sn+2 is oxidizing by Pb+4 is reducing, Sn and Pb2+ are both oxidizing and reducing. അതുപോലെയാണ് ക്വസ്റ്റ്യൻസ് എഴുതിയിരിക്കുന്നത് അല്ലേ? ചെറിയൊരു രീതിയിൽ പോലും നമുക്ക് എന്ത് ചെയ്യുന്നു? വായിച്ചതിൽ ഒരു പാകപ്പിഴ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? തെറ്റ് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് വളരെ ശ്രദ്ധിച്ച് വേണം, ഈവൻ ദോ ഇറ്റ് ഇസ് വെരി സിമ്പിൾ, ശ്രദ്ധിച്ച് വേണം എന്ത് ചെയ്യാനായിട്ട്? നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ്സ് ഓഫ് സിലിക്കേറ്റ്സ് ഇസ്. സിലിക്കേറ്റ്സിൻ്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ്സ് ആണ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് സിലിക്കേറ്റ്സിൻ്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ്സിലേക്ക് വരാം. സിലിക്കേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഹാവിങ് SiO4 4- ആസ് വാട്ട്? ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. SiO4 4- ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ആയിട്ട് വരുന്ന എല്ലാ കോമ്പൗണ്ട്സിനെയും നമുക്ക് എന്ത് വിളിക്കാൻ സാധിക്കും? സിലിക്കേറ്റ്സ് എന്ന് വിളിക്കാൻ സാധിക്കും. ഇതിൽ 2 silicon 4 oxygens ആർ ടെട്രാഹീഡ്രലി ബോണ്ടഡ്. അതായത് ഒരു സിലിക്കണിലേക്ക് 4 ഓക്സിജൻ ആറ്റം ടെട്രാഹീഡ്രലി എന്ത് ചെയ്തിരിക്കുകയാണ്? ബോണ്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഓക്സിജൻ്റെ ഷെയറിങ് അനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിലിക്കേറ്റ്സ് ഉണ്ട്. അതുകൂടെ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം ഇതിൻ്റെ കൂടെ. അതായത് സിലിക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. SiO4 4- യൂണിറ്റ്സ് വരുന്ന എല്ലാ കോമ്പൗണ്ട്സും എന്താണ്? സിലിക്കേറ്റ്സ് ആണ്. നമ്മളുടെ ആസ്ബറ്റോസ് സിലിക്കേറ്റ്സ് ആണ്, ക്ലേസ് സിലിക്കേറ്റ്സ്, ദർ ആർ ഡിഫറെൻറ്റ് സിലിക്കേറ്റ്സ്. നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് സിലിക്കേറ്റ്സ് ഉണ്ട്. ഗ്ലാസ് അത് ഒരു ആർട്ടിഫിഷ്യൽ സിലിക്കേറ്റ് ആണ്. സിമെൻറ്റ് അതൊരു ആർട്ടിഫിഷ്യൽ സിലിക്കേറ്റ് ആണ്. സോ നമ്മൾ ഡേ ടു ഡേ ലൈഫിലും എന്ത് ചെയ്യുന്നുണ്ട്? സിലിക്കേറ്റ്സ് ധാരാളമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ആർ സിലിക്കേറ്റ്സ്? ദേ ആർ SiO4 4- ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ആയിട്ട് വരുന്ന എന്തും എന്താണ്? സിലിക്കേറ്റ്സ് ആണ്. ഇറ്റ് സെൽഫ് ഇസ് ദ ആൻസർ. കൂടുതലായിട്ട് ഒന്നും എന്ത് ചെയ്യേണ്ട, നമുക്ക് അതിനകത്ത് പറയേണ്ട ആവശ്യമില്ല. സോ ഓപ്ഷൻ ഇതിനകത്ത് ഏത് വരും? ഇറ്റ് വിൽ ബി ഓപ്ഷൻ ഡി. ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. കാരണം ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിലിക്കേറ്റ്സ് ഉണ്ട്. അതിൽ ഈ ഓക്സിജൻ ആറ്റത്തിൻ്റെ ഷെയറിങ് അനുസരിച്ചാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിലിക്കേറ്റ്സ് വരുന്നത്. ഓക്കെ, there are orthosilicates, pyrosilicates, ring or chain silicates, sheet silicates, and 3-dimensional silicates. These are the different types of silicates. Orthosilicates no oxygen is shared. It has only one SiO4 4- unit. ഒരു SiO4 4- യൂണിറ്റ് മാത്രമേ അവർക്കുള്ളൂ. ഒരു ഓക്സിജനും എന്ത് ചെയ്തിട്ടില്ല? ഷെയർ ചെയ്തിട്ടില്ല. ഇൻ പൈറോസിലിക്കേറ്റ്സ് 1 oxygen atom is shared by 2 SiO4
4- unit. അത് I will show how it is sharing happens. അതായത് രണ്ട് SiO4 4- ഒരു ഓക്സിജൻ എന്തായിരിക്കും, കോമൺ ആയിരിക്കും, ലൈക്ക് ദിസ്. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്, പൈറോസിലിക്കേറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും, ഇതിൽ ഈ ഒരു ഓക്സിജൻ ഈ രണ്ട് സിലിക്കേറ്റ്സ് യൂണിറ്റ്സിനും എന്തായിരിക്കും, കോമൺ ആയിരിക്കും. അതായത് ഒരു ഓക്സിജൻ എന്താണ്, രണ്ട് സിലിക്കേറ്റ് യൂണിറ്റ് എന്ത് ചെയ്തിരിക്കുകയാണ്, ഷെയർ ചെയ്തിരിക്കുകയാണ്. അതിനെയാണ് എന്ത് പറയുന്നത്, പൈറോസിലിക്കേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, now you have ring silicates. Ring silicates there will be 2 oxygen will be shared. In sheet silicates 3 oxygen will be shared, and in 3D silicates all the 4 oxygens will be shared. Okay, so ഇത് സിലിക്കേറ്റ്സിൻ്റെ അഡീഷണൽ ആയിട്ട് പറഞ്ഞതാണ്. സോ വാട്ട് ആർ സിലിക്കേറ്റ്സ്, SiO4 4- യൂണിറ്റ്സ് ഉള്ള എല്ലാത്തിനും നമുക്ക് എന്തായിട്ട് പറയാം, സിലിക്കേറ്റ്സ് ആയിട്ട് പറയാം. അപ്പോൾ ഓർത്തോ സിലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഓക്സിജൻ ആയിട്ടൊന്നും ഷെയറിംഗ് ഇല്ല, ഒറ്റ SiO4 4- യൂണിറ്റ് അതിനകത്ത് ഉണ്ടാവുള്ളൂ. പൈറോയിലാകുമ്പോൾ ഓരോ ഓക്സിജൻ ആയിട്ടും രണ്ട് സിലിക്കേറ്റ് ഗ്രൂപ്പുകൾക്ക് എന്തായിട്ട് വരും, കോമൺ ആയിട്ട് വരും. റിംഗ് അല്ലെങ്കിൽ ചെയിൻ സിലിക്കേറ്റ്സ് എന്ന് പറയുന്നത് അതിൽ 2 ഓക്സിജൻ ആറ്റം എന്ത് വരും, കോമൺ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഷീറ്റ് സിലിക്കേറ്റ്സിൽ 3 ഓക്സിജൻ ആറ്റംസ് ഷെയർ ചെയ്തിട്ടുണ്ടാവും. 3D സിലിക്കേറ്റ്സിൽ എല്ലാ ഓക്സിജൻ ആറ്റംസും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ഇതിൽ ഓൾറെഡി ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് ഓൾറെഡി കിട്ടിയായിരുന്നു. ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് സിലിക്കേറ്റ് ദാറ്റ് ഇസ് SiO4 4-. ഇതിൽ ഈ പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിലിക്കേറ്റ്സ് നിങ്ങളുടെ NCERT കൊടുത്തിട്ടില്ല കാര്യമായിട്ട് തന്നെ. അതിൽ നിങ്ങൾക്ക് സിയോളൈറ്റ്സ് മാത്രമാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്, വിച്ച് ഇസ് ആക്ച്വലി ആൻ എക്സാമ്പിൾ ഫോർ എ 3D സിലിക്കേറ്റ്സ്. 3D സിലിക്കേറ്റ്സിന് എക്സാമ്പിൾ ആണെന്ത്, സിയോളൈറ്റ്സ് എന്ന് പറയുന്നത്. ദേ ആർ ആക്ച്വലി അലൂമിനോ സിലിക്കേറ്റ്സ് ആണ്. അലൂമിനോ സിലിക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ സിലിക്കൺ വിൽ ബി റീപ്ലേസ്ഡ് വിത്ത് അലൂമിനിയം. അതാണ് അലൂമിനോ സിലിക്കേറ്റ്സ് എന്ന് പറയുന്നത്. അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളത് ഞാൻ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, now we can move on to the next question, which is actually a continuation of the other question. Name 2 type of structure of silicate in which one oxygen atom of SiO4 4- is shared. അതായത് ഒരു ഓക്സിജൻ ആറ്റം ഷെയർ ചെയ്യുന്ന സിലിക്കേറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഒരു ഓക്സിജൻ ആറ്റം ഷെയർ ചെയ്യുന്ന സിലിക്കേറ്റ് ഏതാണ്, ദാറ്റ് ഇസ് പൈറോ സിലിക്കേറ്റ്. ആൻസർ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, കാരണം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തതാണ്, ഇതെല്ലാം എന്ത് ചെയ്തതാണ്, ഡിസ്കസ് ചെയ്തതാണ്. ചെയിൻ സിലിക്കേറ്റ് ആകുമ്പോഴത്തേക്കും 2 ഓക്സിജൻ ആറ്റം ഷെയറിങ് ആയിരിക്കും. ഷീറ്റ് സിലിക്കേറ്റിൽ 3 ഓക്സിജൻ ആറ്റം ഷെയറിങ് ആയിരിക്കും. 3 ഡയമെൻഷനിൽ ഓൾ ദ 4 ഓക്സിജൻ ആറ്റം എന്തായിരിക്കും, ഷെയറിങ്ങിലായിരിക്കും. പൈറോ സിലിക്കേറ്റിൽ 1 ഓക്സിജൻ ആറ്റം ഇസ് ഷെയറിങ്. ഇതിൽ 1 ഓക്സിജൻ ആറ്റം ഷെയർ ചെയ്യുന്നത് ഏതാണെന്നാണ് എന്ത് ചെയ്തത്, ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഒറ്റയടിക്ക് നമ്മൾ തീർത്തു. നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The tendency of BF3, BCl3 and BBr3 to behave as Lewis acid decreases in the sequence. They are actually trihalides of boron. ബോറോണിൻ്റെ ട്രൈഹാലൈഡ്സ് ആണ്. ബോറോണിൻ്റെ ട്രൈഹാലൈഡ്സിൻ്റെ എന്താണ്, അസിഡിക് നേച്ചറിൻ്റെ ഓർഡറാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബോറോണിൻ്റെ ട്രൈഹാലൈഡ്സ് അസിഡിക് ആണോ എന്ന് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ട്രൈഹാലൈഡ്സ് ഓഫ് ബോറോൺ, ദാറ്റ് ഈസ് BX3 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ബോറോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p1 ആണ്, കാരണം അറ്റോമിക് നമ്പർ 5 ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആണ് ബോറോണിന് വരുന്നത്. ഓക്കെ, ലൈക്ക് ദിസ് ദർ ആർ 3 ഇലക്ട്രോൺസ്. ഓക്കെ, ഇപ്പോൾ ഹാലജൻസിൻ്റെ ഏത് ഹാലജൻ ആയിക്കോട്ടെ, ഏത് ഹാലജൻസിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് NS2 NP5 ആണ്. അപ്പോൾ ഇവർക്ക് ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എല്ലാ ഹാലജൻസിനും 1 more ഇലക്ട്രോൺ ഇസ് റിക്വയർഡ്. അപ്പോൾ ഹാലജൻസിന് 7 ഇലക്ട്രോൺസ് അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാ ഹാലജൻസും എങ്ങനെ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യും, ബൈ ഷെയറിങ് ഇറ്റ്സ് 1 of the ഇലക്ട്രോൺ വിത്ത് 1 of the ഇലക്ട്രോൺ ഓഫ് ബോറോൺ. അതായത് ബോറോണിൻ്റെ ഒരു ഇലക്ട്രോണും ഹാലജൻ്റെ ഒരു ഇലക്ട്രോണും കൂടെ എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. അതുവഴി ഹാലജൻ്റെ എന്ത് ചെയ്യുന്നു, ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് 3 ഹാലജൻസും
അല്ലേ? അപ്പോൾ ബോറോണിന് ചുറ്റും എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കി. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദർ അറൗണ്ട് ബോറോൺ? only 6 ഇലക്ട്രോൺസ് അല്ലേ? ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2, ഇവിടെ 2. സോ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ദർ ആർ only 6 ഇലക്ട്രോൺസ് അല്ലേ? മൊത്തത്തിൽ എത്ര ഇലക്ട്രോൺസേ ഉള്ളൂ? 6 ഇലക്ട്രോൺസേ ഉള്ളൂ അല്ലേ? അതായത് 2 ഇലക്ട്രോൺസിൻ്റെ കുറവുണ്ട് ഒക്ടറ്റ് കംപ്ലീറ്റ് ആവാനായിട്ട്. ദാറ്റ് മീൻസ് ട്രൈഹാലൈഡ്സ് ഓഫ് ബോറോൺ ക്യാൻ അക്സെപ്റ്റ് ആൻ ഇലക്ട്രോൺ പെയർ. അതായത് ബോറോണിൻ്റെ ട്രൈഹാലൈഡ്സിന് ഒരു ഇലക്ട്രോൺ പെയറിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് അക്കോർഡിംഗ് ടു ലൂയിസ് കൺസെപ്റ്റ് അവരെന്താണ്? ലൂയിസ് ആസിഡാണ്. ഓക്കെ, അക്കോർഡിംഗ് ടു ലൂയിസ് കൺസെപ്റ്റ് അവരെന്താണ്? ലൂയിസ് ആസിഡാണ്. കാരണം അവർ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാ ട്രൈഹാലൈഡ്സ് ഓഫ് ബോറോണും എന്താണ്? ദേ ആർ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്. സോ ദേ ആർ ആക്ടിങ് ആസ് വാട്ട്? ലൂയിസ് ആസിഡ്. അപ്പോൾ ഇതിൻ്റെ അസിഡിക് സ്ട്രെങ്ത്തിൻ്റെ ഓർഡറാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് BF3 ഇതൊരു ട്രൈഹാലൈഡാണ്. അപ്പോൾ ബോറോണിന് ചുറ്റും ദർ ആർ 3 ഫ്ലൂറിൻ ആറ്റംസ്. ബോറോണും ഫ്ലൂറിനും വളരെ ചെറിയ ആറ്റംസ് ആണ്. വെൻ കമ്പയർഡ് വിത്ത് സൈസ് ദേ ആർ വെരി സ്മോളർ ഇൻ നേച്ചർ. ദെയർഫോർ ദെയർ ബോണ്ട് ലെങ്ത് വിൽ ബി വെരി സ്മോൾ. ബോറോണും ഫ്ലൂറിനും വളരെ ചെറിയ ആറ്റംസ് ആയതുകൊണ്ട് തന്നെ അവരുടെ എന്താണ്? ബോണ്ട് ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. സോ ഫ്ലൂറിൻ വിൽ ബി വെരി മച്ച് ക്ലോസർ ടു വാട്ട്? ബോറോൺ ആയിരിക്കും. നമുക്കറിയാം ഫ്ലൂറിനിൽ ലോൺ പെയർസ് ഉണ്ട്, എല്ലാ ഫ്ലൂറിനിലും ഉണ്ട്. നമുക്കറിയാം ബോറോണിന് 2 ഇലക്ട്രോൺസിൻ്റെ കുറവുണ്ട്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദർ ഇസ് p-pi ബാക്ക് ബോണ്ടിങ്. അതായത് ബോറോണിൻ്റെ വേക്കൻ്റ് ആയിട്ടുള്ള ഓർബിറ്റലും അതുപോലെ തന്നെ എന്താണ് ലോൺ പെയർ ഉള്ള ഫ്ലൂറിൻ്റെ ഓർബിറ്റൽസും തമ്മിൽ എന്ത് ചെയ്യുന്നു? ഓവർലാപ്പ് ചെയ്യുന്നു. ഓവർലാപ്പ് ചെയ്ത് ഫ്ലൂറിൻ്റെ ഇലക്ട്രോൺ പെയറിനെ ആർക്ക് ഷെയർ ചെയ്യാൻ കൊടുക്കുന്നു? ബോറോണിന് ഷെയർ ചെയ്യാൻ കൊടുക്കുന്നു. അതുവഴി ബോറോണിൻ്റെ ഒക്ടറ്റ് എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് ആകുന്നു. ഇത് BF3 വളരെ ഡോമിനൻ്റ് ആണ്. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് BF3ക്ക് പുറത്തുനിന്ന് ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. പുറത്തുനിന്ന് ഇലക്ട്രോൺ പെയറിനെ അവർ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അവർ ലൂയിസ് ആസിഡായിട്ട് ആക്ട് ചെയ്യാനുള്ള ടെൻഡൻസിയും എന്തായിരിക്കും? കുറവായിരിക്കും. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, എല്ലാ ട്രൈഹാലൈഡ്സ് ഓഫ് ബോറോണും എന്താണ്? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അവർക്ക് എല്ലാവർക്കും ഒരു ഇലക്ട്രോൺ പെയറിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുറത്തുനിന്ന് ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് അവരെന്താണ്? ലൂയിസ് ആസിഡാണ്. പക്ഷേ BF3യുടെ കേസിൽ എല്ലാ ഹാലജൻസിനും, ഫ്ലൂറിന് മാത്രമല്ല എല്ലാ ഹാലജൻസിനും ലോൺ പെയർ ഉണ്ട്. BF3യുടെ കേസിൽ ബോറോൺ ഫ്ലൂറിൻ വളരെ ചെറിയ ആറ്റംസ് ആണ്. ദേ ആർ വെരി ക്ലോസർ ടു ഈച്ച്. അവരുടെ ബോണ്ട് ഡിസ്റ്റൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഫ്ലൂറിൻ്റെ ലോൺ പെയർ ഉള്ള ഓർബിറ്റൽസും ബോറോണിൻ്റെ വേക്കൻ്റ് ഓർബിറ്റൽസും തമ്മിൽ എന്ത് ചെയ്യുന്നു? ദർ ഇസ് എ p-pi ബാക്ക് ബോണ്ടിങ്. അതുവഴി എന്ത് ചെയ്യുന്നു? ബോറോണിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബോറോൺ പുറത്തുനിന്ന് എന്ത് ചെയ്യില്ല? ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യില്ല. സോ ബോറോൺ ട്രൈഹാലൈഡ്സിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ലൂയിസ് ആസിഡാണ് ആര്? BF3. ആൻഡ് ആസ് ദ സൈസ് ഓഫ് ദ ഹാലജൻ ഇൻക്രീസസ്, ഫ്ലൂറിൻ തൊട്ട് ബോറോൺ അയഡിനൊക്കെ വരെ, ബ്രോമിൻ അയഡിനൊക്കെ വരെ എന്താണ്? ഹാലജൻസിൻ്റെ സൈസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ the p-pi bonding will not be what? Effective. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? They will accept electron pair from outside. So Lewis acid strength what? Increases. Lewis acid strength എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്ത് വരും. അതായത് ഹാലജൻസിൻ്റെ സൈസ് കൂടുന്തോറും എന്താണ്? p-pi ബാക്ക് ബോണ്ടിങ് എന്താണ്? ഇന്നെഫക്റ്റീവായിട്ട് വരും. അത് ഇന്നെഫക്റ്റീവ് ആകുന്തോറും എന്ത് സംഭവിക്കും? പുറത്തുനിന്നായിരിക്കും അവർ ലോൺ പെയർ അല്ലെങ്കിൽ ഇലക്ട്രോൺ പെയറിനെ എന്ത് ചെയ്യുക? അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ആസിഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. സോ നമുക്ക് ഓർഡർ ഏതായിരിക്കും? വിച്ച് ഇസ് മോർ അസിഡിക്? BBr3, റൈറ്റ്? ദെൻ BCl3, ദെൻ BF3. ലീസ്റ്റ് ആണെന്ത്? BF3. ലീസ്റ്റ് BF3 വരുന്ന ഓപ്ഷൻ ഏതാണ്? ദറ്റ് ഈസ് ഓപ്ഷൻ B. അണ്ടർസ്റ്റുഡ്? ഈ p-pi ബാക്ക് ബോണ്ടിങ് ഇസ് സംതിങ് എ വെരി ന്യൂ തിങ്. Okay, now we can move on to the next question. Among the following, the correct order of acidity is. Again, വീണ്ടും ഒരു അസിഡിക് സ്ട്രെങ്ത്തിൻ്റെ ഓർഡറാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇതിൽ തന്നിരിക്കുന്നത് HClO2, HClO, HClO3, HClO4. They are actually oxo acids of chlorine. ക്ലോറിൻ്റെ ഓക്സോ ആസിഡ്സ് ആണ്.
that is HClO, HClO2, HClO3, HClO4. ഓക്കെ, ഇതിൽ ആസിഡ് സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ് ഓക്സിഡേഷൻ നമ്പർ ഓർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് is directly proportional to acidic strength and inversely proportional to basic strength. Acidic strength ൻ്റെ ഓർഡർ അസൈൻ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റും അസിഡിക് സ്ട്രെങ്ത്തും എന്താണ്, ഡയറക്ട്ലി പ്രപ്പോർഷണലാണ്. ബേസിക് സ്ട്രെങ്ത്തുമായിട്ട് എന്താണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. അതായത് ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും, ആസിഡിക് സ്ട്രെങ്ത് കൂടും. ഇതിൽ എല്ലാം ഓക്സോ ആസിഡ്സ് ഓഫ് ക്ലോറിൻ ആണ്. ഇതിൽ വേറെ ഒന്നും തന്നെ വ്യത്യാസമില്ല. ആകെ വ്യത്യാസമുള്ളത് ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമാണ്. നമുക്ക് എല്ലാത്തിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കൊന്ന് എന്ത് ചെയ്യാം, അസൈൻ ചെയ്യാം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എല്ലാവർക്കും അസൈൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എങ്കിലും ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ഐ വിൽ ഷോ വൺ. HClO നമുക്കറിയാം, സം ഓഫ് ദി ഓക്സിഡേഷൻ നമ്പർ വിൽ ബി ഈക്വൽ ടു വാട്ട്, ഓവറോൾ ചാർജ് ആണ്. ഇതെല്ലാം ന്യൂട്രൽ കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ ഓവറോൾ ചാർജ് എന്താണ്, 0 ആണ്. അപ്പോൾ നമുക്കറിയാം ഹൈഡ്രജൻ്റെ എന്താണ്, +1 ആണ്. ക്ലോറിൻ്റെ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്, ലെറ്റ് ഇറ്റ് ബി X, പ്ലസ് ഓക്സിജൻ്റെ എന്താണ്, -2 ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ X - 1 ഇസ് ഈക്വൽ ടു 0, X ഇസ് ഈക്വൽ ടു എന്താണ്, +1. ഇങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്യുന്നത്, നമ്മൾ അസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒന്ന് എന്ത് ചെയ്യാം, അസൈൻ ചെയ്യാം. ഇതിൽ HClO ദാറ്റ് ഇസ് +1, HClO2 +3 ആണ്, HClO4 +5 ആണ്, HClO4 എന്താണ്, +7 ആണ്. അപ്പോൾ ഹിയർ യു ക്യാൻ സീ ദാറ്റ് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ്. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്താൽ എന്തും ഇൻക്രീസ് ചെയ്യും, ആസിഡിക് സ്ട്രെങ്ത്തും ഇൻക്രീസ് ചെയ്യും. സോ നമുക്ക് ഓർഡർ ഏതായിരിക്കും, HClO, HClO2, HClO3, HClO4. ഇതിൻ്റെ പേരുകൾ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ദിസ് ഇസ് ഹൈപ്പോ ക്ലോറസ് ആസിഡാണ് ഫസ്റ്റ് വൺ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നെയിംസ് ആയിരിക്കും തരുന്നത് ഇൻസ്റ്റെഡ് ഓഫ് വാട്ട്, ദ ഫോർമുല. ഫോർമുലയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, കാരണം ഡയറക്റ്റ്ലി നമുക്ക് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാം. ചിലപ്പോൾ അവരെന്തായിരിക്കും, പേരായിരിക്കും തരുന്നത്, അങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെയൊക്കെ പേര് അറിഞ്ഞിരിക്കുക. HClO എന്ന് പറയുന്നത് ഹൈപ്പോ ക്ലോറസ് ആസിഡാണ്. HClO2 ഇസ് വാട്ട്, ക്ലോറസ് ആസിഡ്. HClO3 ഇസ് ക്ലോറിക് ആസിഡ് ആൻഡ് HClO4 ഇസ് പെർക്ലോറിക് ആസിഡ്. ഓക്കെ, സോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആസിഡിക് സ്ട്രെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യൻസ് വളരെ റെഗുലറായിട്ട് എന്ത് ചെയ്യുന്നതാണ്, ചോദിക്കാറാണ്. അതിപ്പോൾ ഓർഗാനിക്കിനെ ബേസ് ചെയ്തും ചോദിക്കാറുണ്ട്, ഇനോർഗാനിക്കിനെ ബേസ് ചെയ്തും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ആസിഡിക് സ്ട്രെങ്ത്തിൻ്റെയും ബേസിക് സ്ട്രെങ്ത്തിൻ്റെയും ഓർഡർ. അതിനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന, അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അതെങ്ങനെ അസൈൻ ചെയ്യാമെന്ന് വെച്ചാൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ, അതായത് വേറെ ഫാക്ടേഴ്സ് ഒന്നുമില്ല ഇതിനകത്തെല്ലാം സെയിം ആണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ വാട്ട്, ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പർ കൂടുവാണെങ്കിൽ എന്ത് കൂടും, ആസിഡിക് സ്ട്രെങ്ത് കൂടും. കുറയുവാണെന്നെങ്കിൽ എന്ത് ചെയ്യും, ബേസിക് സ്ട്രെങ്ത് കൂടും. ഓക്കെ, അണ്ടർസ്റ്റുഡ്, ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്ട്രോങ് റെഡ്യൂസിങ് ബിഹേവിയർ ഓഫ് H3PO2 is due to high electron gain enthalpy of phosphorus, high oxidation state of phosphorus, presence of 2 OH groups and 1 pH bond, presence of 1 OH group and 2 pH bonds. What is reducing behavior? That is tendency to act as a reducing agent. അതാണ് റെഡ്യൂസിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. H3PO2 വിച്ച് ഇസ് എ ഓക്സോ ആസിഡ് ഓഫ് ഫോസ്ഫറസ് ആണെന്ന് പറയുന്നത്. H3PO2 എന്ന് പറയുന്നത് അത് reducing agent ആണെന്നാണ് പറയുന്നത്. That is already given in the question. Strong reducing behavior of H3PO2 is due to എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, എല്ലാ ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസ് അതിൻ്റെ സ്ട്രക്ചർ ഒന്നും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സ്ട്രക്ചർ പഠിക്കാം. സ്ട്രക്ചർ അറിയാമെങ്കിൽ അതിൻ്റെ ബേസിസിറ്റി നിങ്ങൾക്ക് അസൈൻ ചെയ്യാം, അതിൻ്റെ റെഡ്യൂസിങ് ക്യാരക്ടർ നിങ്ങൾക്ക് അസൈൻ ചെയ്യാം, ഇതൊക്കെ നിങ്ങൾക്ക് അസൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസിൻ്റെ സ്ട്രക്ചർ എളുപ്പം വരയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ H3PO2 തന്നെ നമുക്ക് എടുക്കാം. എല്ലാ ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസിലും ദർ വിൽ ബി 1 ഡബിൾ ബോണ്ട് O ആൻഡ് 1 OH. ഇത് മസ്റ്റാണ്. എല്ലാ ഓക്സോ, ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുന്നതാണ് കേട്ടോ. ഓക്സോ ആസിഡ് അതിൻ്റെ കൺവെൻഷണൽ വേ ഓഫ് റൈറ്റിംഗ് ദ സ്ട്രക്ചർ അല്ല പറയുന്നത്. എല്ലാ ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസിലും ഒരു P ഡബിൾ ബോണ്ട് Oയും ഒരു OHും എന്ത് ചെയ്യും, സ്ഥിരമായിട്ടുണ്ടാവും, എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കിയേ, H3PO2 ആണ് അല്ലേ.
ഇതിൽ 2 ഓക്സിജൻ ഓൾറെഡി ആയി, ഫോസ്ഫറസ് ആയി, ഒരു ഹൈഡ്രജൻ ആയി. ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും? സിംഗിൾ PH ബോണ്ടായിരിക്കും. ഇനി മറ്റൊരു മോളിക്യൂൾ എടുക്കാം, H3PO3 തന്നെ എടുക്കാം. ഇതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ നോക്കിക്കേ, ഒരു ഡബിൾ ബോണ്ടോയും ഒരു OH മസ്റ്റായിട്ടുണ്ടാവും ഒരു ഫോസ്ഫറസിൽ. ബാക്കി ഇനി എത്രയുണ്ട്? ഒരു H3PO3 ആണുള്ളത് അല്ലേ, 2 H ഉണ്ട്, എന്താണ്, ഒരു ഓക്സിജനും ഉണ്ട്. അപ്പോൾ ഒരു OH ആക്കാം, പിന്നെ എന്താക്കാം? H ആക്കാം. സോ H3PO3. ഇപ്പോൾ H3PO4 എടുക്കുവാണെങ്കിലോ, ഹൗ വിൽ യു ഡ്രോ? ഫോസ്ഫറസ് എടുക്കുന്നു, ഒരു ഡബിൾ ബോണ്ടോ ഒരു OH നമ്മൾ വരച്ചു. ഇനി എത്ര എണ്ണം ഉണ്ട്? H3PO3 ആണ്. ഇനി 2 H ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, 2 ഓക്സിജനും കൂടെ എന്ത് ചെയ്യണം? വേണം. അപ്പോൾ ബാക്കി രണ്ടും എന്താക്കുക? OH ആക്കുക. ഓക്കെ. ഇനി റെഡ്യൂസിങ് ക്യാരക്ടർ ഉണ്ടോ ഇല്ലയോ എന്നാണ്, അത് നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് ഈ ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസിലെല്ലാം തന്നെ PH ബോണ്ട് ഉണ്ടോ എന്ന് നോക്കുക. PH ബോണ്ട് ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് അക്കൗണ്ടിങ് ഫോർ വാട്ടർ റെഡ്യൂസിങ് ക്യാരക്ടർ. PH ബോണ്ട് ഉണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ റിലീസ് വാട്ടർ, ഹൈഡ്രജൻ, ദെയർഫോർ ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ റെഡ്യൂസിങ് ഏജൻറ്റ്. അവർക്ക് എന്തായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും? റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ PH ബോണ്ട് ഉള്ള എല്ലാ ഓക്സോ ആസിഡ്സും എന്താണ്? ഗുഡ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. Those oxo acids with PH bond are good reducing agents. ഇതിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതൊക്കെയാണ് ഗുഡ് റെഡ്യൂസിങ് ഏജൻസ് എന്ന് നോക്കി. ഇതിൽ H3PO2 2 PH ബോണ്ട് ഉണ്ട് അല്ലേ, there are 2 PH ബോണ്ട് ഓവർ ഹിയർ, 2 PH ബോണ്ട്സ് ഉണ്ട്. H3PO3ലേക്ക് വരുമ്പോൾ ഒരു PH ബോണ്ട് ഉണ്ട്. H3PO4 PH ബോണ്ട്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ H3PO4 എന്ത് ആക്ഷൻ ഇല്ല, റെഡ്യൂസിങ് ആക്ഷൻ ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് H3PO2 റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ബിക്കോസ് ദ പ്രസൻസ് ഓഫ് വാട്ട്? ദാറ്റ് PH ബോണ്ട്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ ഏത് വരും? H3PO2 ദർ ഇസ് 1 POH ആൻഡ് 2 PH ബോണ്ട്സ് ആണുള്ളത്. സോ സ്ട്രോങ് റെഡ്യൂസിങ് ബിഹേവിയർ ഓഫ് H3PO2 is due to the presence of what? 1 POH group and 2 PH bond. Okay, understood. ഈ റെഡ്യൂസിങ് ബിഹേവിയറിനെ കുറിച്ച് നിങ്ങളുടെ NCERTയുടെ ഇൻടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനോർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇൻടെക്സ്റ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? വായിച്ചു പോകുക എന്നുള്ളത്. കാരണം അതിനെ ബേസ് ചെയ്ത് ധാരാളമായിട്ട് പല ഇയേഴ്സിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ റെഡ്യൂസിങ് ബിഹേവിയർ ഓൾറെഡി നിങ്ങളുടെ NCERT ഇൻടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, സോ PH ബോണ്ട്സ് ഉള്ള ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസ് മാത്രമേ എന്തായിട്ട് ആക്ട് ചെയ്യുള്ളൂ? റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. Now moving on to next question. Which of the following orders is the correct for the bond dissociation enthalpy of halogen molecules? Halogen moleculesന്റെ bond dissociation enthalpyയുടെ എന്താണ് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഹാലജൻസ് ആർ ഡയറ്റോമിക് ആണ്, എല്ലാ ഹാലജൻസും. ദറ്റ് ഇസ് F2 Cl2 Br2 I2. ഓക്കെ, അപ്പോൾ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി, അതായത് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ട എനർജിയാണ് ദ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി ബോണ്ട് ലെങ്ത്തിനനുസരിച്ച് എന്ത് ചെയ്യും? കുറഞ്ഞു വരും അല്ലേ. ബോണ്ട് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? ബോണ്ട് ലെങ്ത് ആണ്. ബോണ്ട് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബോണ്ട് എനർജി കുറയും. അപ്പോൾ ഏറ്റവും കുറവ് ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി ആർക്കായിരിക്കണം? അയഡിൻ ആയിരിക്കണം അല്ലേ. കാരണം അയഡിൻ്റെ സൈസ് വളരെ ലാർജറാണ്. സോ ദി അയഡിൻ ബോണ്ട് ലെങ്ത് വിൽ ബി വെരി ലാർജ്. സോ ഇറ്റ് ഇസ് ക്വൈറ്റ് ഈസി ടു ബ്രേക്ക് വാട്ട്? അയഡിൻ അല്ലേ. അയഡിൻ ആയിരിക്കണം ഏറ്റവും കുറവ് ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏറ്റവും കുറവ് ബോണ്ട് ലെങ്ത് ആർക്കായിരിക്കും? ഫ്ലൂറിനായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓർഡർ എങ്ങനെയാണ്? F2 greater than Cl2 greater than Br2 greater than iodine. So this is the expected order. ഇത് എക്സ്പെക്റ്റഡ് ആണ് കേട്ടോ. ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ബോണ്ട് ഡിസ്റ്റൻസും ബോണ്ട് എനർജി എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ബോണ്ട് ലെങ്ത് കുറവുള്ളവർക്ക് ബോണ്ട് എനർജി എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ഫ്ലൂറിനാണ് ഏറ്റവും ചെറിയ സൈസ്. അപ്പോൾ FF ബോണ്ട് ലെങ്ത് ആയിരിക്കും ഏറ്റവും ചെറുത്. അതങ്ങനെ തന്നെയാണ്, യാതൊരു സംശയമില്ല. FF ബോണ്ട് ലെങ്ത് തന്നെയാണ് ഏറ്റവും ചെറുത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ആർക്കായിരിക്കണം? ഫ്ലൂറിനായിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഓർഡറാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് യാ ദർ ഇസ് എൻ എക്സെപ്ഷൻ. ഇതിൻ്റെ ആക്ച്വൽ ഓർഡർ ഞാനിവിടെ നിന്ന് എഴുതാം. Cl2 greater than Br2 greater than F2 greater than I2. ഇതാണ് ആക്ച്വൽ ഓർഡർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദി ആക്ച്വൽ ഓർഡർ. എന്തുകൊണ്ടാണ്
ഫ്ലൂറിന് എക്സെപ്ഷണലി ലോ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി വരുന്നത്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി ഞാൻ പറഞ്ഞു ഫ്ലൂറിന് എന്താണ് ബോണ്ട് ഡിസ്റ്റൻസ് വളരെ കുറവാണ് അല്ലേ. എഫ് ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നമുക്കറിയാം. ഫ്ലൂറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനുസരിച്ച് ദറ്റ് ഈസ് അറ്റോമിക് നമ്പർ 9 ആണ്. 1s2 2s2 2p5 ആണ് അല്ലേ. അപ്പോൾ ഫ്ലൂറിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇനി 1 more ഇലക്ട്രോൺ ഇസ് റിക്വയർഡ്, റൈറ്റ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു ഫ്ലൂറിനും മറ്റേ ഫ്ലൂറിനും അവരുടെ ഈച്ച് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? മ്യൂച്വലി ഷെയർ ചെയ്യുന്നു. ഇങ്ങനെയാണ് എന്ത് ഫോം ചെയ്യുന്നത്? എഫ് ബോണ്ട് ഫോം ചെയ്യാം. എഫ് ബോണ്ട് അല്ല, ഏത് x2 ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഇതിൽ ഫ്ലൂറിന് എന്താണ് ലോൺ പെയർസ് ഉണ്ട് അല്ലേ. ഫ്ലൂറിനുള്ള എല്ലാ ഹാലജൻസിനും ലോൺ പെയർ ഉണ്ട്. പക്ഷേ എഫ് ബോണ്ട് ഡിസ്റ്റൻസ് വളരെ ചെറുതായത് കാരണം ദീസ് ലോൺ പെയർസ് വിൽ ബി വെരി ക്ലോസർ ടു ഈച്ച് അതർ. എഫ് ബോണ്ട് ഡിസ്റ്റൻസ് കുറവായത് കാരണം ഈ ലോൺ പെയർസ് വളരെ അടുത്തായിരിക്കും. ദെയർഫോർ ദേ വിൽ എക്സ്പീരിയൻസ് ഗ്രേറ്റർ റിപ്പൽഷൻ. ആ ലോൺ പെയർസ് തമ്മിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഗ്രേറ്റർ റിപ്പൽഷൻ എക്സ്പീരിയൻസ് ചെയ്യും. സോ വാട്ട് ഫ്ലൂറിൻ ഡു? ദേ വിൽ ട്രൈ ടു സ്റ്റേ ആസ് ഫാർ ആസ് പോസിബിൾ. അവരെന്ത് ചെയ്യും? കുറച്ച് അകന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കും. അകന്ന് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ബോണ്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യും. ബോണ്ട് സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്ത് കൂടും? ബോണ്ട് ലെങ്ത് കൂടും. സോ ഇറ്റ് ഈസ് ക്വൈറ്റ് ഈസി ടു ബ്രേക്ക്. And that is also one reason why fluorine is more reactive. F2 എന്തുകൊണ്ടാണ് more reactive ആവാൻ കാരണം? ഈ എഫ് ബോണ്ട് എളുപ്പം ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് എഫ് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത്? കാരണം എഫ് ബോണ്ട് ഡിസ്റ്റൻസ് കുറവ് തന്നെയാണ്. പക്ഷേ ഈ ബോണ്ട് ഡിസ്റ്റൻസ് കുറയുമ്പോൾ ഈ ഫ്ലൂറിനുള്ള ലോൺ പെയർസ് എന്ത് വരും? വളരെ അടുത്ത് വരും. അങ്ങനെ അടുത്ത് വന്നു കഴിയുമ്പോൾ അവർ തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. റിപ്പൽ ചെയ്യുമ്പോൾ ഈ ഫ്ലൂറിൻ എന്ത് ചെയ്യും? ഇങ്ങനെ അകന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കും. ഈ അകന്ന് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ബോണ്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യും. അപ്പോൾ ബോണ്ട് എന്ത് ചെയ്യും? വീക്കൻ ചെയ്യും. നമുക്ക് എളുപ്പം ബ്രേക്ക് ചെയ്യാം. അതുകൊണ്ടാണ് ഫ്ലൂറിന് എക്സെപ്ഷനിൽ എന്ത് ചെയ്യുന്നത്? ബോണ്ട് ഡിസോസിയേഷൻ എനർജി കുറഞ്ഞിരിക്കുന്നത്. അണ്ടർസ്റ്റുഡ്? സോ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ദാറ്റ് വിൽ ബി ഓപ്ഷൻ ഡി. അതാണ് ഓപ്ഷൻ ഡി. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, next question. Match the interhalogen compounds of column 1 with the geometry in column 2 and assign the correct code. അപ്പോൾ എന്താണ് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ്? ഈ ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ കെമിക്കൽ ബോണ്ടിങ്ങിലെ ക്വസ്റ്റ്യൻ ആയിട്ടും പറയാം, അതുപോലെ തന്നെ പി ബ്ലോക്കിലെ ക്വസ്റ്റ്യൻ ആയിട്ടും എന്ത് ചെയ്യാം? നമുക്ക് അസൈൻ ചെയ്യാം. നിങ്ങൾക്ക് കെമിക്കൽ ബോണ്ടിങ്ങിൽ എങ്ങനെയാണ് ഷേപ്പ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എങ്കിലും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ് എന്ന് ആദ്യം പറയാം. They are actually compounds of what? Two different halogens അല്ലേ. രണ്ട് ഡിഫറെൻറ്റ് ഹാലജൻസിൻ്റെ കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സ്. അത് പ്രിപ്പയർ ചെയ്യാൻ വളരെ ഈസിയാണ്. ഇറ്റ് ക്യാൻ ബി ഡയറക്ട്ലി പ്രിപ്പയർഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് വാട്ട്? ടു ഡിഫറെൻറ്റ് ഹാലജൻസ്. അപ്പോൾ ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സിന് മെയിൻലി 4 ഫോർമുലാസ് ആണുള്ളത്. എക്സ് എക്സ് ഡാഷ്, എക്സ് എക്സ് ഡാഷ് ത്രൈസ്, എക്സ് എക്സ് ഡാഷ് 5 times, എക്സ് എക്സ് ഡാഷ് 7 times. ഇതിൽ എക്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലാർജർ ഹാലജൻ ആയിരിക്കും. സോറി, എക്സ് ഡാഷ് എന്ന് പറയുന്നത് സ്മോളർ ഹാലജൻ ആയിരിക്കും. ആൻഡ് എക്സ് വിൽ ബി മോർ ഇലക്ട്രോപോസിറ്റീവ് ദാൻ എക്സ് ഡാഷ്. ഇപ്പോൾ ഒരു ഫോർമുല പറയുകയാണെങ്കിൽ എക്സ് എക്സ് ഡാഷിന് എക്സാമ്പിളാണ് ClF. ഒരിക്കലും FCl എന്ന് പറയുന്ന ഒരു ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് അല്ല. കാരണം എക്സ് എപ്പോഴും എന്തായിരിക്കണം? ലാർജർ ഹാലജൻ ആയിരിക്കണം. എക്സ് ഡാഷ് എന്തായിരിക്കണം? സ്മോളർ ഹാലജൻ ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ClF3. ഓക്കെ, ഒരിക്കലും ഒന്നുമില്ല FCl3 എന്ന് പറയുന്ന ഒരു ഇൻ്റർഹാലജൻ കോമ്പൗണ്ട് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ എക്സാമ്പിൾസ് 1-2 കൂടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ClF, ClF3, BrF5, IF7, all these are examples of water. Interhalogen compounds in examples ആണ്. Okay, so what are interhalogen compounds? They are the compounds of what? Two different halogens ആണ്. അതിൻ്റെ പ്രിപ്പറേഷൻ ഒന്നും സ്പെഷ്യൽ ടെക്നിക്സ് ഒന്നുമില്ല. ഡയറക്റ്റ് കോമ്പിനേഷൻ ഓഫ് ഹാലജൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇൻ്റർഹാലജൻ കോമ്പൗണ്ട്സിൻ്റെ. ഇപ്പോൾ ഓക്കെ, നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ഇറ്റ്സ് ഷേപ്പ്.
ഇതിനെല്ലാവർക്കും ജനറലി എന്താണ് എക്സ് എക്സ് ഡാഷ് ത്രൈസ്, എക്സ് ഡാഷ് 5 ടൈംസ്, എക്സ് ഡാഷ് 7 ടൈംസ് എന്നൊക്കെ ജനറലി ഒരു ഷേപ്പ് തന്നെയാണ്. ഓക്കെ, എക്സ് ഡാഷ് വളരെ സിമ്പിളാണ്, ദാറ്റ് ഈസ് ലീനിയർ അല്ലേ, 2 ആറ്റംസ് അല്ലേ ഉള്ളൂ. സോ ദ ഷേപ്പ് വിൽ ബി വാട്ട്, ഓൾവേസ് ലീനിയർ. ദർ ഇസ് ഓൺലി 1 ഇലക്ട്രോൺ പെയർ. സോ ഷേപ്പ് എന്താണ്, ലീനിയർ ആണ്. അപ്പോൾ എ വിൽ ബി മാച്ചിങ് വിത്ത് വാട്ട്, 3. എ 3യുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാച്ച് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കളയാം. ബിയും സിയും എല്ലാം എന്നുള്ള കേസ് അപ്പോഴേ നമ്മൾ എന്ത് ചെയ്തു, കൺഫേം ചെയ്തു. ഇനി എക്സ് ഡാഷ് ത്രൈസ്, എക്സ് ഡാഷ് 5 ടൈംസ്, എക്സ് ഡാഷ് 7 ടൈംസ്. ഓക്കെ, ഇതിൽ നമുക്ക് ഷേപ്പ് കണ്ടുപിടിക്കാനായിട്ട് ലോൺ പെയർ ബോണ്ട് പെയറിൻ്റെ എന്ത് വേണം, നമ്പർ വേണം. നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. എക്സ് ഡാഷ് ത്രൈസ്. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ ഞാൻ കണ്ടുപിടിക്കാം. ClF3യുടെ ഷേപ്പ്. ഓക്കെ, അപ്പോൾ ക്ലോറിനാണ്. ക്ലോറിനിൽ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? ദർ ആർ 7 വാലൻസ് ഇലക്ട്രോൺസ്. 1 2 3 4 5 6 7. ആ 7 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ 3 എണ്ണം ആരുമായിട്ട് ബോണ്ടഡ് ആയി, ഫ്ലൂറിനുമായിട്ട് ബോണ്ടഡ് ആയി അല്ലേ. സോ ദർ ആർ 3 ബോണ്ട് പെയർസ് അല്ലേ. ബാക്കിയുള്ള ഇലക്ട്രോൺസ് എന്തായിട്ട് ആക്ട് ചെയ്യും, നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ആയിട്ട് ആക്ട് ചെയ്യും. അത് പെയർ ആക്കുമ്പോൾ എത്ര വരും, 2 പെയേഴ്സ് വരും. സോ ദർ ആർ 2 ലോൺ പെയർസ്. അപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺ പെയർ ആണ്, 5 ഇലക്ട്രോൺ പെയർ. അതിൽ 3 ബോണ്ട് പെയർ ആൻഡ് 2 ലോൺ പെയർ ആണ് വന്നിരിക്കുന്നത്. 3 ബോണ്ട് പെയർ ആൻഡ് 2 ലോൺ പെയർ വന്നാൽ ദ ഷേപ്പ് വിൽ ബി ടി ഷേപ്ഡ്. എന്തായിരിക്കും, ടി ഷേപ്ഡ് ആയിരിക്കും. അതായത് ഇതിൽ എക്സ് ഡാഷ് ത്രൈസ് ആരുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്, 1ഉമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. അത് പറയുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി എന്ത് കിട്ടി, ഓപ്ഷൻ കിട്ടി. കൂടുതലൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്. എങ്കിലും മറ്റ് എക്സ് ഡാഷ് 5 ടൈംസും എക്സ് ഡാഷ് 7 ടൈംസിൻ്റെയും കൂടെ ഷേപ്പ് ഞാനൊന്ന് പ്രഡിക്റ്റ് ചെയ്യാം. എക്സ് ഡാഷ് 5 ടൈംസ്. ഫോർ എക്സാമ്പിൾ BrF5 ആണെന്ന് വിചാരിക്കാം. ബ്രോമിൻ എഗെയിൻ ഹാലജൻ ആണ്. 7 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഹാലജൻസിനെല്ലാം ഉള്ളത്. 1 2 3 4 5 6 7. അതിൽ 5 BrF ബോണ്ടാണ് വരുന്നത്. സോ 5 ഇലക്ട്രോൺസ് ആരുമായിട്ട് ബോണ്ട് ചെയ്യും, ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ചെയ്യും. സോ 5 ബോണ്ട് പെയർ ആയി. ബാക്കിയുള്ളൊരു ഇലക്ട്രോൺ പെയർ എന്താണ്, ലോൺ പെയർ ആയിട്ടാണ്. സോ ദർ ഇസ് 1 ലോൺ പെയർ. ഓക്കെ, അപ്പോൾ 6 ഇലക്ട്രോൺ പെയറിന് എന്താണ്, 5 ബോണ്ട് പെയറും 1 ലോൺ പെയറുമാണ്. അങ്ങനെയാണെങ്കിൽ ഷേപ്പ് വരുന്നത് ഇറ്റ് വിൽ ബി സ്ക്വയർ പിരമിഡൽ. ഓക്കെ, സ്ക്വയർ പിരമിഡലാണ്. ഇനി എക്സ് ഡാഷ് 5 ടൈംസ് താഴെയാണ് കേട്ടോ. എക്സ് ഡാഷ് 7 ടൈംസിൻ്റെയും കൂടെ നമുക്കൊന്ന് നോക്കാം. എക്സ് ഡാഷ് 7 ടൈംസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് IF7. എഗെയിൻ അയഡിൻ 7 വാലൻസ് ഇലക്ട്രോൺസ് 6 7. അതിൽ ഓരോന്നും ആരുമായിട്ട് തന്നെ ബോണ്ട് ചെയ്യുന്നു, ഫ്ലൂറിനുമായിട്ട് ബോണ്ട് ചെയ്യുന്നു. സോ ദർ ആർ 7 ബോണ്ട് പെയർസ് മാത്രമേ ഉള്ളൂ. ടോട്ടൽ 7 ഇലക്ട്രോൺ പെയർസിൽ 7 ബോണ്ട് പെയർസ് ആണ്. അപ്പോൾ ഷേപ്പ് എന്താണ് വരുന്നത്, പെൻറ്റഗണൽ ബൈപിരമിഡലാണ്. വാട്ട്സ് ദ ഷേപ്പ്, പെൻറ്റഗണൽ ബൈപിരമിഡൽ. ഓക്കെ, അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇതിൻ്റെ ഷേപ്പ് ഓൾമോസ്റ്റ് എന്താണ്, ഫിക്സഡ് ആണ്. വേറെ മോളിക്യൂൾ മാറുന്നു എന്നനുസരിച്ച് അതിൻ്റെ ഷേപ്പ് ഒന്നും എന്ത് ചെയ്യില്ല, വ്യത്യാസം വരില്ല. സോ വി ക്യാൻ ജനറലി കൺക്ലൂഡ് ഇറ്റ് എക്സ് ഡാഷ് ആണെങ്കിൽ എപ്പോഴും ഷേപ്പ് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ഓൾവേസ് ലീനിയർ ആയിരിക്കും. എക്സ് ഡാഷ് ത്രൈസ് ആണെങ്കിൽ എന്തായിരിക്കും, ഓൾവേസ് ഷേപ്പ് എന്തായിരിക്കും, ടി ഷേപ്ഡ് ആയിരിക്കും. എക്സ് ഡാഷ് 5 ടൈംസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഓൾവേസ് സ്ക്വയർ പിരമിഡൽ ആയിരിക്കും. ആൻഡ് എക്സ് ഡാഷ് 7 ടൈംസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഓൾവേസ് പെൻറ്റഗണൽ ബൈപിരമിഡൽ ആയിരിക്കും. ഓക്കെ, ഇതൊരിക്കലും മാറാറില്ല, ഓൾവേസ് സെയിം ആണ്. ഏത് ഫോർമുലാസിൽ വന്നാലും ഇറ്റ് ഇസ് ഓൾവേസ് സെയിം. അപ്പോൾ നിങ്ങൾക്കത് ഫിക്സ് ആയിട്ട് തന്നെ പഠിച്ചു വയ്ക്കാം. എക്സ് ഡാഷ് ആണെങ്കിൽ ലീനിയർ, എക്സ് ഡാഷ് 3 ടൈംസ് ആണെങ്കിൽ ടി ഷേപ്പ്, എക്സ് ഡാഷ് 5 ടൈംസ് ആണെങ്കിൽ സ്ക്വയർ പിരമിഡൽ, എക്സ് ഡാഷ് 7 ടൈംസ് ആണെങ്കിൽ എന്താണ്, പെൻറ്റഗണൽ ബൈപിരമിഡൽ ആണ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.
Now, which of the following does not give oxygen on heating? ഓക്സിജൻ തരാത്തത് ഏതാണെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. ഇത് നിങ്ങൾ ഓൾറെഡി NCERTയിലുള്ള ഇക്വേഷൻസ് തന്നെയാണ്. ആ ഇക്വേഷൻസിനെ ബേസ് ചെയ്ത് കെമിക്കൽ പി ബ്ലോക്കിലുള്ള കെമിക്കൽ റിയാക്ഷൻസുമായിട്ട് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഗിവ് ഓക്സിജൻ ഓൺ ഹീറ്റിംഗ്. ഇക്വേഷൻസ് എല്ലാവർക്കും നന്നായിട്ട് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അതത്ര ഒരു ഈസി ടാസ്ക് അല്ല, ഒരുപാട് റിയാക്ഷൻസ് ബൈ ഹാർട്ട് ചെയ്യാനുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. ഇവിടെ ഞാൻ റിയാക്ഷൻസ് എല്ലാം എഴുതിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എഴുതിയിരിക്കുന്നത് യു ക്യാൻ സീ ഓവർ ഹിയർ. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഓൺ ഹീറ്റിംഗ് വിൽ ഗിവ്സ് പൊട്ടാസ്യം ക്രോമേറ്റ് പ്ലസ് Cr2O3 പ്ലസ് ഓക്സിജൻ ആണ് തരുന്നത്. നൗ പൊട്ടാസ്യം ക്ലോറേറ്റ് ആണ് KClO3 ഓൺ ഹീറ്റിംഗ് വിൽ ഗിവ്സ് KCl പ്ലസ് ഓക്സിജൻ, ദറ്റ് ഇസ് 2KCl പ്ലസ് 3O2. ദിസ് ഇസ് സിങ്ക് ക്ലോറേറ്റ് ആണ്. സിങ്ക് ക്ലോറേറ്റ് ഓൺ ഹീറ്റിംഗ് യു വിൽ ഗെറ്റ് വാട്ട് ZnCl2 പ്ലസ് 3O2. അപ്പോൾ ഇവർ മൂന്ന് പേരും എന്താണ്, ഹീറ്റ് ചെയ്യുമ്പോൾ ഓക്സിജൻ ആണ് തരുന്നത്. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഓക്സിജൻ തരാത്തത് ആരാണെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് അമോണിയം ഡൈക്രോമേറ്റ് ആണ്. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അമോണിയം ഡൈക്രോമേറ്റ് ഓൺ ഹീറ്റിംഗ് വിൽ പ്രൊഡ്യൂസ് ഡൈനൈട്രജൻ ഗ്യാസ്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഇത് ഡൈനൈട്രജൻ ഗ്യാസിൻ്റെ പ്രിപ്പറേഷനിൽ നിങ്ങൾ പി ബ്ലോക്ക് എലമെൻസിൽ ഗ്രൂപ്പ് 15 പഠിക്കുന്ന റിയാക്ഷൻ ആണെന്ത് അമോണിയം ഡൈക്രോമേറ്റിൻ്റെ ഹീറ്റിംഗ് ഗിവ്സ് വാട്ട് ഡൈനൈട്രജൻ ഗ്യാസ്. ദാറ്റ്സ് ദ ലാസ്റ്റ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഗിവ് ഓക്സിജൻ ഓൺ ഹീറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, KClO3, സിങ്ക് ക്ലോറേറ്റ്. ഇവരെല്ലാവരും ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ തരുന്നത്, ഡയോക്സിജൻ ഗ്യാസ് ആണ് തരുന്നത്. പക്ഷേ അമോണിയം ഡൈക്രോമേറ്റ് ഹീറ്റ് ചെയ്താൽ എന്താണ്, ഡൈനൈട്രജൻ ഗ്യാസ് ആണ് തരുന്നത്. അത് നിങ്ങൾക്ക് ഓൾറെഡി നൈട്രജൻ ഗ്യാസിൻ്റെ പ്രിപ്പറേഷനിൽ പഠിക്കാനുള്ള റിയാക്ഷൻ ആണ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. സോ അക്കോർഡിംഗ് ടു ഇറ്റ് വിച്ച് ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ, ദാറ്റ് ഇസ് ഓപ്ഷൻ ബി. നൗ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. Which of the following statement is not valid for the oxo acids of phosphorus? Again a question related to oxo acids of phosphorus ആണ്. Orthophosphoric acid is used in the manufacture of triple superphosphate. Hypophosphorus acid is a diprotic acid. All oxo acids contain tetrahedral 4 coordinated phosphorus. All oxo acids contain at least 1 P double bond O and 1 POH. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, ഹൈപ്പോഫോസ്ഫറസ് ആസിഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഹൈപ്പോഫോസ്ഫറസ് ആസിഡ് എന്ന് പറയും. ഓർത്തോഫോസ്ഫോറിക് ആസിഡ് ഇസ് യൂസ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ്. അത് നിങ്ങൾക്ക് പഠിക്കാനില്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബട്ട് ഇസ് ആക്ച്വലി ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓർത്തോഫോസ്ഫോറിക് ആസിഡ് എന്തിന് യൂസ് ചെയ്യുന്നതാണ്, ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓർത്തോഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്നത് H3PO4 ആണ് കേട്ടോ. ഓർത്തോഫോസ്ഫോറിക് ആസിഡ് ഇസ് H3PO4. ഓക്കെ, അത് ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൻ്റെ പ്രിപ്പറേഷന് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ഇനി ഹൈപ്പോഫോസ്ഫറസ് ആസിഡ് ഇസ് എ ഡൈപ്രോട്ടിക് ആസിഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈപ്പോഫോസ്ഫറസ് ആസിഡ് ദാറ്റ് ഇസ് H3PO3 ആണ്. ഇതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരയ്ക്കുന്നത്, ഒരു ഫോസ്ഫറസിൽ അറ്റ്ലീസ്റ്റ് 1 ഡബിൾ ബോണ്ട് ഒയും ഒരു OH ഉണ്ടാവും. ബാക്കി നമ്മൾ എന്ത് ചെയ്യുക, ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും എണ്ണത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, അത് OHO HO ആയിട്ട് ഫില്ല് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ഓൾറെഡി 2 ഓക്സിജൻ നമ്മൾ
യൂസ് ചെയ്തു, ഒരു ഹൈഡ്രജൻ യൂസ് ചെയ്തു, ഇനി എത്രയാണ്, ഒരു ഫോസ്ഫറസ് യൂസ് ചെയ്തു, ഇനി എന്താണ്, ഒരു ഓക്സിജനും ബാക്കിയുണ്ട്, 2 ഹൈഡ്രജനും ബാക്കിയുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിന് നമ്മൾ OH ആക്കി, ഒരെണ്ണം എന്താണ്, H ആണ്. ഓക്കെ, ഇതൊരു ഡൈപ്രോട്ടിക് ആസിഡ്, സോറി ഇതാണ് ദിസ് ഇസ് ഫോസ്ഫറസ് ആസിഡ്. ഓക്കെ, hypophosphorus acid is what, H3PO2. അതിൻ്റെ സ്ട്രക്ചർ ഞാൻ ഓൾറെഡി നേരത്തെ വരച്ചതാണ്, പക്ഷേ എങ്കിലും ഒന്നുകൂടെ വരയ്ക്കാം. ഓരോ ഡബിൾ ബോണ്ടോ, ഒരു OH, പിന്നെന്താണ്, ഒരു 2 H ആയിട്ടേ വരുള്ളൂ. കാരണം ഓൾറെഡി 2 ഓക്സിജൻ അതിനകത്ത് വന്നു. P ഡബിൾ ബോണ്ടോ POH വന്നു കഴിയുമ്പോൾ 2 ഓക്സിജൻ പോയി, പിന്നെ നമുക്ക് എന്തായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ, H ആയിട്ട്. അപ്പോൾ ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസ് എങ്ങനെ എഴുതുക, അതായത് ഫോസ്ഫറസ് എടുക്കുക, അതിൽ ഒരു ഡബിൾ ബോണ്ടോയും ഒരു OHും കൊടുക്കുക, ബാക്കി ഓക്സിജൻ്റെയും Hൻ്റെയും നമ്പർ അനുസരിച്ച് അത് OHോ Hോ ആയിട്ട് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഡൈപ്രോട്ടിക് ആസിഡ്, ഹൈപ്പോഫോസ്ഫറസ് ആസിഡ് ഇസ് എ ഡൈപ്രോട്ടിക് ആസിഡ്. എന്നാൽ ഡൈപ്രോട്ടിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ റിലീസ് H+. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമുണ്ട്, ഇതിനകത്ത് ഹൈപ്പോഫോസ്ഫറസ് ആസിഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് വാട്ട്, ഹൈപ്പോഫോസ്ഫറസ് ആസിഡ്, റൈറ്റ്. ഇതിൽ OH ബോണ്ടിൽ H മാത്രമേ നമുക്ക് എന്തായിട്ട് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ, H+ ആയിട്ട് റിലീസ് ചെയ്യാൻ പറ്റും. PH ബോണ്ടിൽ H ഒരിക്കലും എന്തായിട്ട് റിലീസ് ആവില്ല, H+ ആയിട്ട് റിലീസ് ആവില്ല. കാരണം PH ബോണ്ട് അത്ര ഒരു പോളാർ ബോണ്ടല്ല. ഫോസ്ഫറസിൻ്റെയും ഹൈഡ്രജൻ്റെയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് സെയിം ആണ്, വലിയ വ്യത്യാസമൊന്നും എന്തില്ല ഫോസ്ഫറസിൻ്റെയും ഹൈഡ്രജൻ്റെയും electronegativity. So it is not a polar bond. Therefore, it cannot release hydrogen as what? H+. അത് എന്തായിട്ട് റിലീസ് ആവില്ല, H+ ആയിട്ട് റിലീസ് ആവില്ല. പക്ഷേ OH ബോണ്ടിൽ ഓക്സിജൻ എന്തായിട്ട് റിലീസ് ആവും, H+ ആയിട്ട് റിലീസ് ആവും. കാരണം OH ബോണ്ടിൽ ഓക്സിജനും ഹൈഡ്രജനും തമ്മിൽ ഗ്രേറ്റർ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ട്. സോ OH ബോണ്ട് ഇസ് ഹൈലി പോളാർ. എല്ലാവരാണ് മോർ ഇലക്ട്രോനെഗറ്റീവ്, ഓക്സിജൻ. സോ ഓക്സിജൻ വിൽ ബി ഹൈലി നെഗറ്റീവ് ആയിരിക്കും, പാർഷ്യലി നെഗറ്റീവ് ആയിരിക്കും. ഹൈഡ്രജൻ വിൽ ബി പാർഷ്യലി പോസിറ്റീവ്. സോ ഇറ്റ് ക്യാൻ റിലീസ് വാട്ട്, H+. സോ ഹൈപ്പോഫോസ്ഫറസ് ആസിഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോണോപ്രോട്ടിക് ആസിഡ് ആണ്. എന്താണ്, അതൊരു മോണോപ്രോട്ടിക് ആസിഡ് ആണ്, ഇറ്റ്സ് നോട്ട് എ ഡൈപ്രോട്ടിക് ആസിഡ്. അതായത് ഫോസ്ഫറസ് ആസിഡ് എന്താണ്, ഒരു ഡൈപ്രോട്ടിക് ആസിഡ് ആണ്, കാരണം 2 OH ഉണ്ട്. ഓക്കെ, ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ് എടുക്കുകയാണെങ്കിൽ P ഡബിൾ ബോണ്ടോ 3 OH ഗ്രൂപ്പ്സ് ആണ് വരുന്നത്. സോ ഇറ്റ്സ് എ ട്രൈപ്രോട്ടിക് ആസിഡ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. സോ ഇതിനകത്ത് റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. ഹൈപ്പോഫോസ്ഫറസ് ആസിഡ് എന്തല്ല, ഇറ്റ്സ് നോട്ട് എ ഡൈപ്രോട്ടിക് ആസിഡ്, ഇറ്റ്സ് എ മോണോപ്രോട്ടിക് ആസിഡ്. ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ഓൾ ഓക്സോ ആസിഡ്സ് കണ്ടെയ്ൻ ടെട്രാഹീഡ്രൽ 4 കോർഡിനേറ്റഡ് ഫോസ്ഫറസ്. എല്ലാ ഓക്സോ ആസിഡ്സിലെയും ഫോസ്ഫറസ് എന്താണ്, tetrahedrally bonded to other groups ആണ്. That is a correct statement. All oxo acids contains at least 1 P double bond unit and 1 POH. അതും ഓൾറെഡി എന്താണ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് റോങ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഹൈപ്പോഫോസ്ഫറസ് ആസിഡ് ഇസ് എ ഡൈപ്രോട്ടിക് ആസിഡ്. ഡൈപ്രോട്ടിക് ആസിഡ് ഇസ് എ മോണോപ്രോട്ടിക് ആസിഡ്. ഒരു OH ഉള്ളൂ. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ഇനി നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മാഗ്നറ്റിക് മൊമെൻറ്റ് 2.84 Bohr magneton is given by. ഇത് DNF ബ്ലോക്ക് എലമെൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 2.84 Bohr magneton വരുന്ന മാഗ്നറ്റിക് മൊമെൻറ്റ് വരുന്ന അയോൺ ഏതാണെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ മാഗ്നറ്റിക് മൊമെൻറ്റ് ദാറ്റ് ഇസ് mu is calculated by the formula root of n into n plus 2 Bohr magneton ആണ്. ഓക്കെ, where n is number of unpaired electrons. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. So Bohr magneton is what, 2.84. That is equal to what, root of n into n plus 2. On squaring on both sides, 2.84 is equal to n into n plus 2. Okay.
approximately 8 ആയിരിക്കും വരുന്നത്. സോ n into n plus 2 that is equal to 8 ആണ് വരുന്നത്. സോ n square plus 2n minus 8 is equal to what? 0. So it will be n plus 4 into n minus 2 is equal to 0. Therefore n can be 2. n ൻ്റെ വാല്യൂ എന്ത് വരും? 2 വരും. ഓക്കെ, അതായത് മാഗ്നറ്റിക് മൊമെൻറ്റിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? മാഗ്നറ്റിക് മൊമെൻ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. റൂട്ട് ആയതുകൊണ്ട് വി ഹാവ് ടു സ്ക്വയർ ഇറ്റ്. സ്ക്വയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് n into n plus 2 is equal to 8 ആണ് വരിക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ബി n square plus 2n minus 8 ആണ്. ഓൺ ഫാക്ടറൈസേഷൻ n plus 4 into n minus 2 is equal to എന്താണ്? 0 ആണ് വരുന്നത്. ഓക്കെ, സോ ഹിയർ ഇറ്റ് വിൽ ബി n is equal to 2. അതായത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് എത്രയാണ്? 2 ആണ്. അപ്പോൾ ഇതിനകത്ത് ഏതിലാണ് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 2 വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, chromium atomic number is 24 ആണ്. It is having outer electronic configuration 3d5 4s1 ആണ് വരുന്നത്. chromium 2+ എന്ന് പറയുമ്പോൾ it will be 3d4. so there are 4 unpaired electrons. അതല്ല ഓപ്ഷൻ വരിക. cobalt 2+ നമുക്ക് നോക്കാം. cobalt 2+ൽ അറ്റോമിക് നമ്പർ 27 ആണ്. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊബാൾട്ടിൻ്റെ ആദ്യം എഴുതാം, അതിനുശേഷം cobalt 2+ലേക്ക് വരാം. Cobalt is having atomic number 27, so it is 3d7 4s2 ആണ്. സോ cobalt +2 ആണ്. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 3d7 ആണ്. സോ 3d7 നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 1 2 3 4 5 6 7. ദർ ആർ 3 അൺപെയർഡ് ഇലക്ട്രോൺസ് വരും. 3 അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ അതുമല്ല ഓപ്ഷൻ വരിക. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ എവിടെയാണ് വരുന്നത്? ദാറ്റ് ഈസ് Ni2+ ആണ്. അപ്പോൾ നിക്കലിൻ്റെ അറ്റോമിക് നമ്പർ 28 ആണ്. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 3d8 4s2 ആണ്. നിക്കൽ +2 ആണ്. അപ്പോൾ 3d8 വരും അല്ലേ? +2 എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺസ് റിമൂവ് ആയില്ലേ? അപ്പോൾ അത് നമ്മൾ എലാബറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? 1 2 3 4 5 6 7 8. Here you can see that there are 2 unpaired electrons. 2 unpaired electrons ആണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഇറ്റ് വിൽ ബി ഓപ്ഷൻ സി. ഏതായിരിക്കും? ഇറ്റ് വിൽ ബി ഓപ്ഷൻ സി. അണ്ടർസ്റ്റാൻഡ്? ഇത് വളരെ സിമ്പിളാണ്. പക്ഷേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. മാഗ്നറ്റിക് മൊമെൻ്റ് ഇക്വേഷനിൽ ഡയറക്റ്റ്ലി എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ജസ്റ്റ് ഫൈൻഡ് ഔട്ട് വാട്ട് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഇസ് ഇറ്റ് ക്ലിയർ? ടൈറ്റാനിയം 3+ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ഓൾറെഡി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട് ആൻസർ. ഓക്കെ, now we can move on to the next question. Because of lanthanide contraction, which of the following pairs of elements have nearly same atomic radii? അതായത് സെയിം അറ്റോമിക് റേഡിയൈ വരുന്ന എന്താണ്? ലാന്തനോയിഡ് കോൺട്രാക്ഷൻ കാരണം സെയിം അറ്റോമിക് റേഡിയൈ വരുന്ന ഏത് എലമെൻറ്റ്സ് ആണെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ? ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ ലന്തനൈഡ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതായത് ആസ് വി മൂവ് ഫ്രം ലന്താനം ടു ലുട്ടീഷ്യം, ദർ ഇസ് ആക്ച്വലി ലാന്തനോയിഡ്സ്. ലാന്തനോയിഡ്സ് എന്ന് പറയുന്നത് ലന്താനം തൊട്ട് ലുട്ടീഷ്യം വരെ വരുന്നതാണ് എന്ത്? ലാന്തനോയിഡ്സ് എന്ന് പറയുന്നത്. സോ ലന്താനത്തിൽ നിന്ന് ലുട്ടീഷ്യത്തിലേക്ക് വരും തോറും, ദറ്റ് ഇസ് ലന്താനം ഇസ് 57 ആൻഡ് ലുട്ടീഷ്യം ഇസ് 71. അതായത് 57 അറ്റോമിക് നമ്പർ തൊട്ട് 71 അറ്റോമിക് നമ്പർ വരെ വരുന്ന എലമെൻറ്റ്സ്. ദർ ഇസ് എ സ്റ്റഡി ഡിക്രീസ് ഇൻ അറ്റോമിക് റേഡിയൈ. അറ്റോമിക് റേഡിയയിൽ എന്തുണ്ട്? ഒരു സ്റ്റഡി ഡിക്രീസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? വൈ ദർ ഇസ് എ സ്റ്റഡി ഡിക്രീസ് ഇൻ അറ്റോമിക് റേഡിയൈ? എന്തുകൊണ്ടാണ് അവർ അറ്റോമിക് റേഡിയൈ നന്നായിട്ട് ഡിക്രീസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ലന്തനോയിഡ്സിലെല്ലാം എഫ് ഓർബിറ്റൽസ് ഫില്ല് ചെയ്യും. ഏത് എഫ് ആണ്? 4f ഓർബിറ്റൽസ് ആണ് ഫില്ല് ചെയ്യുന്നത് ലാന്തനോയിഡ്സിൽ. ആക്റ്റിനോയിഡ്സിലാണെങ്കിൽ 5f ഓർബിറ്റൽസ് ആണ്. ഈ എഫ് ഓർബിറ്റൽസിനെല്ലാം തന്നെ പുവർ ഷീൽഡിംഗ് ആണ്. ഷീൽഡ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ് വിൽ എക്സ്പീരിയൻസ് ഗ്രേറ്റർ അട്രാക്ഷൻ ഫ്രം ദ ന്യൂക്ലിയസ്. ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൽ നിന്ന് നന്നായിട്ട് അട്രാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യും. ഈ അട്രാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സൈസ് വളരെയധികം ഡിക്രീസ് ചെയ്യും.
അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ലന്താനത്തിൽ നിന്ന് ലുട്ടീഷ്യത്തിലേക്ക് വരുന്തോറും എഫ് ഓർബിറ്റൽസിൻ്റെ ഫില്ലിംഗ് ഉണ്ട്. അതായത് എഫ് ഇലക്ട്രോൺസിൻ്റെ നമ്പർ കൂടി വരും. എഫ് ഓർബിറ്റൽസിന് എന്തിനുള്ള കഴിവില്ല? ഷീൽഡ് ചെയ്യാനുള്ള കഴിവ് ഇല്ല. ഷീൽഡ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ന്യൂക്ലിയസ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യും. അട്രാക്ട് ചെയ്യുമ്പോൾ സൈസ് ഡിക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ലന്താനത്തിൽ നിന്ന് ലുട്ടീഷ്യത്തിലേക്ക് വരുമ്പോൾ ദർ ഇസ് എ സ്റ്റഡി ഡിക്രീസ് ഇൻ അറ്റോമിക് റേഡിയൈ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലന്തനൈറ്റ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ലന്തനൈറ്റ് കോൺട്രാക്ഷൻ്റെ കോൺസിക്വൻസ് ആണ് ദാറ്റ് ഈസ് 4D ആൻഡ് 5D സീരീസ് എലമെൻറ്റ്സ് in D block has almost same size. അതായത് 4D സീരീസിലുള്ള എലമെൻസിന് എന്താണ്? ഓൾമോസ്റ്റ് സെയിം സൈസാണ്. 4Dയിലെയും 5D സീരീസിലെ എലമെൻസിന് എന്താണ്? ഓൾമോസ്റ്റ് സെയിം സൈസാണ്. സാധാരണ രീതിക്ക് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3D 4D 5D ആണ്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൈറ്റാനിയം, സിർക്കോണിയം, ഹാഫ്നിയം. ഓക്കെ, ഇത് എന്താണ്? ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. ഡി ബ്ലോക്ക് എലമെൻറ്റിലെ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇറ്റ്സ് ആക്ച്വലി 4th ഗ്രൂപ്പാണ് എടുത്തിരിക്കുന്നത്. 3D സീരീസിലുള്ളതാണ് ടൈറ്റാനിയം, 4D സീരീസിലുള്ളതാണ് സിർക്കോണിയം, 5D സീരീസിലുള്ളതാണ് എന്ത്? ഹാഫ്നിയം. ഇപ്പോൾ ടൈറ്റാനിയത്തിൻ്റെ അറ്റോമിക് സൈസ് പറയുമ്പോൾ ഇറ്റ് ഇസ് ആക്ച്വലി അപ്രോക്സിമേറ്റ്ലി 141 പൈക്കോമീറ്റർ ആണ്. സിർക്കോണിയം ഇറ്റ് ഇസ് 160 പൈക്കോമീറ്റർ ആണ്. ഹാഫ്നിയം ഇറ്റ് ഇസ് 159 പൈക്കോമീറ്റർ ആണ്. ഇവിടെ നോക്കിക്കേ, സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം ഇസ് ഹാവിങ് ഓൾമോസ്റ്റ് വാട്ട്? സെയിം സൈസ്. സിർക്കോണിയത്തിന് ഹാഫ്നിയത്തിന് എന്താണ്? സെയിം സൈസാണ്. ഓക്കെ, ഇതിൽ ഇത് 3rd ഗ്രൂപ്പാണ്, ഇത് 4th ഗ്രൂപ്പാണ്. ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാൽ സ്ക്രീനിൽ കാണാൻ സാധിക്കും. 3D 4D 5D ഇത് ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ്. ഡി ബ്ലോക്ക് എലമെൻ്റെ 3rd ഗ്രൂപ്പാണ് സ്കാൻഡിയം, എന്താണ്? ഇട്രിയം, പിന്നെ ലന്താനമാണ്. 4th ഗ്രൂപ്പാണ് ടൈറ്റാനിയം, സിർക്കോണിയം, ഹാഫ്നിയം എന്ന് പറയുന്നത്. അതിൽ സ്കാൻഡിയം 57 ആണ്. അതിന് ശേഷം വരുന്നത് 72th എലമെൻ്റായ ഹാഫ്നിയമാണ്. അതായത് 58th എലമെൻ്റ് അല്ല. അതെവിടെയാണ് വരുന്നത്? എഫ് ബ്ലോക്കിലാണ് വരുന്നത്. അതായത് ലന്താനത്തിന് ശേഷം വരുന്ന എല്ലാ എലമെൻസിലും എന്ത് ഫില്ലിംഗ് ഉണ്ട്? എഫ് ഓർബിറ്റൽസിൻ്റെ ഫില്ലിംഗ് ഉണ്ട്. എഫ് ഓർബിറ്റൽസ് ഫില്ല് ചെയ്താൽ എന്താ കുഴപ്പം? പുവർ ഷീൽഡിങ്. പുവർ ഷീൽഡിങ് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ന്യൂക്ലിയസ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിനെ നന്നായിട്ട് അട്രാക്ട് ചെയ്യും. അട്രാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? സൈസ് ഡിക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് 5D സീരീസിലുള്ള എലമെൻസിന് എന്ത് വന്നത്? ഓൾമോസ്റ്റ് 4D സീരീസിലെ എലമെൻസുമായിട്ട് സെയിം സൈസ് വന്നത്. അണ്ടർസ്റ്റുഡ്? സോ ബിക്കോസ് ഓഫ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഏത് പെയേഴ്സിനാണ് ഓൾമോസ്റ്റ് സെയിം റേഡിയ വരുന്നത്? സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം. അണ്ടർസ്റ്റുഡ്? ഇസ് ഇറ്റ് ക്ലിയർ? Now another question. Given below two statements, one is labeled as assertion A and other is labeled as reason R ആണ്. ഇതിൽ assertion A തന്നിരിക്കുന്നത് ICL is more reactive than I2 and reason R ICL is weaker bond than I2. അതായത് ICL more reactive than I2 ആണ്. റീസൺ പറഞ്ഞിരിക്കുന്നത് ICL ബോണ്ട് II ബോണ്ടിനേക്കാൾ എന്താണ്? വീക്കർ ആണെന്നുള്ളതാണ്. ICL ഇസ് ആൻ ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ടാണ്. ICL എന്താണ്? ഒരു ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ടാണ്. രണ്ടും ഡിഫറെൻറ്റ് ഹാലജൻസ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ബോണ്ട് ഏതെങ്കിലും മോർ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റത്തിലേക്ക് എന്തായിരിക്കും? പാർഷ്യലി ഷിഫ്റ്റഡ് ആയിരിക്കും. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ദ കേസ് വിത്ത് എ ഹാലജൻ അല്ലേ? അയഡിൻ എന്ന് പറയുന്നതാണ് സ ഹാലജൻ, II ബോണ്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഇലക്ട്രോൺ പെയർ വിൽ ബി ദി എക്സാക്ട് സെൻറ്റർ ഓഫ് വാട്ട്? ദോസ് ടു ആറ്റംസ്. പക്ഷേ ICL ബോണ്ട് അങ്ങനെയല്ല. ആരാണ് മോർ ഇലക്ട്രോണിക്? ആരാ മോർ ഇലക്ട്രോണിക്? ക്ലോറിൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ബോണ്ട് പെയർ ആരുടെ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തായിരിക്കും നിൽക്കുന്നത്? ക്ലോറിൻ്റെ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തായിരിക്കും നിൽക്കുന്നത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി എ വീക്കർ ബോണ്ട്. ICL എന്താണ്? ഒരു വീക്കർ ബോണ്ടാണ് II ബോണ്ടിനേക്കാൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ എളുപ്പം ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ബോണ്ട് ഏതായിരിക്കും? ICL ബോണ്ടായിരിക്കും. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് മോർ റിയാക്റ്റീവ്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന അസേർഷനും അതിൻ്റെ റീസണും എന്ത് തന്നെയാണ്? കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ വളരെ സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ICL ഒരു ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട് ആണ്. 2 ഡിഫറെൻറ്റ് ഹാലജൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബോണ്ട് പെയർ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റത്തിലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്ത് നിൽക്കുക. സോ ദാറ്റ് ബോണ്ട് ഇസ് ക്വയറ്റ് പോളാർ ആയിരിക്കും. നോട്ട് മച്ച്, പക്ഷേ അതിൻ്റെ
ബോണ്ട് പെയറിൻ്റെ എന്താണ് പൊസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് ഷിഫ്റ്റഡ് ടുവേർഡ്സ് വാട്ട് മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം വിച്ച് മേക്സ് ഇറ്റ് വാട്ട് മച്ച് വീക്കർ. Okay, therefore it can be easily break down. So interhalogen compounds are what? More reactive than halogens except fluorine. Fluorine is more reactive than interhalogen compounds ആണ്. അത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഫ്ലൂറിൻ ആരേക്കാൾ മോർ റിയാക്റ്റീവ് ആണ്? ഇന്റർഹാലജൻ കമ്പൗണ്ട്സിനേക്കാൾ മോർ റിയാക്റ്റീവ് ആണ്. അത് ഇതിനു മുന്നേ ഞാൻ പറഞ്ഞു. ഇന്റർഹാലജൻ കമ്പൗണ്ട്സും ഫ്ലൂറിൻ്റെയും കേസ് പറഞ്ഞപ്പോൾ ഫ്ലൂറിൻ്റെ കേസിൽ ലോൺ പെയർ റിപ്പൽഷൻ ഇസ് വെരി ഡോമിനൻറ്റ്. ദെയർഫോർ ഇറ്റ് ഈസ് ഈസിലി ബ്രേക്ക് ഡൗൺ ആണ്. എൻ്റെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഇസ് വെരി ലോ. പക്ഷേ ബാക്കി എല്ലാ ഹാലജൻസും ഇൻ്റർഹാലജൻ കമ്പൗണ്ട്സിനേക്കാളും കുറച്ചുകൂടെ എന്താണ് സ്ട്രോങ്ങർ ആണ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. സോ ഇതിനകത്ത് എന്താണ് ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ് ആണ്. ആൻഡ് ആർ ഇസ് ഓൾസോ ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് വാട്ട് എ ആണ്. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് വരിക? ദാറ്റ് വിൽ ബി ഓപ്ഷൻ 1. ഓക്കെ, now moving on to next, that is gadolinium has a low value of third ionization enthalpy because gadoliniumത്തിന് എന്താണ് third ionization enthalpy low ആണ്. എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം. ഗഡോലിനിയം GD അറ്റോമിക് നമ്പർ 64 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് നമുക്ക് എഴുതാം. Okay, this is the electronic configuration of what? Gadolinium 64, xenon 54 ആണ്. അതിന് ശേഷം വരുന്നതാണ് മിസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ എഴുതുമ്പോൾ xenon 4f7 5d1 6s2. ഇതിൻ്റെ തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി വളരെ ലോ ആണെന്നാണ് പറയുന്നത്. തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി വളരെ ലോ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി ലോ? അത് ഇറ്റ് ഇസ് വെരി ക്ലിയർ ഫ്രം ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് യു ക്യാൻ സീ ഇറ്റ് ഓവർ ഹിയർ. തേർഡ് അയണൈസേഷൻ എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോൺസ് ആർ റിമൂവ്ഡ് അല്ലേ. ഫസ്റ്റ് ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്ന ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി, സെക്കൻഡ് ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്ന സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി, തേർഡ് ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്ന തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ ഇഫ് ദീസ് 3 ഇലക്ട്രോൺസ് ആർ റിമൂവ്ഡ് you will get a half-filled electronic configuration. You will get a half-filled electronic configuration. Therefore, gadolinium is having what? Very low value for third ionization enthalpy. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി ആയിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ആദ്യം എഴുതി നോക്കേണ്ടത് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഗഡോലിനിയം അറ്റോമിക് നമ്പർ 64 ആണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് അതിൻ്റെ 3 ഇലക്ട്രോൺസ് റിമൂവ് ചെയ്താൽ അവർക്ക് എന്ത് കിട്ടും? ഹാഫ് ഫിൽഡ് ആയ 4f7 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടും. അതുകൊണ്ടാണ് അവർക്ക് എന്ത് വരുന്നത്? ദേ ആർ ഹാവിങ് low value for what? Third ionization enthalpy, that is high exchange energy. If it is half filled, it will be having what? High exchange enthalpy ആയിരിക്കും. എക്സ്ചേഞ്ച് എനർജി എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. ഹാഫ് ഫിൽഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയല്ലേ വരുന്നത്? F അല്ലേ, 1 2 3 4 5 6 7 റൈറ്റ്. ഈ ഇലക്ട്രോൺസ് ഈ ഓർബിറ്റൽസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്താലും ദർ ഇസ് നോ ചേഞ്ച് ഇൻ എനി ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് അല്ലേ. ഹാഫ് ഫിൽഡ് ആയിരിക്കുന്ന F7 ഈ ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർബിറ്റൽസ് എക്സ്ചേഞ്ച് ചെയ്താലും ഏതെങ്കിലും രീതിയിൽ എനർജി അറേഞ്ച്മെൻറ്റ് ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. ഈ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ദർ ഇസ് എ ലോട്ട് ഓഫ് എനർജി ഇസ് റിലീസ്ഡ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദി നെക്സ്റ്റ് റീസൺ. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓരോന്നായിട്ട് നോക്കാം. Cr2+, that is D4 electronic configuration, is a stronger reducing agent than Fe2+ D6 in water. Reducing agent ആണെങ്കിൽ എന്താണ്? They will undergo oxidation, right? So chromium +2, that is D4, chromium +3, that is D3. ഇനി iron +2, that is D6, iron +3, that is D5. Since it is acting as a reducing agent, therefore it will undergo oxidation very easily. അല്ലെ, ഓക്സിഡേഷൻ ഈസിലി ആയിട്ട് അണ്ടർഗോ ചെയ്യുന്നതുകൊണ്ടാണ് അവർ എന്തായിട്ട് ആക്ട് ചെയ്തത്? റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്തത്. അതിൽ ആരാണ് മോർ റെഡ്യൂസിങ് എന്നാണ് പറയുന്നത്? Cr2+ ആണ്.
അപ്പോൾ Cr2+ എന്തായിട്ട് മാറും? Cr3+ ആയിട്ട് പെട്ടെന്ന് മാറും, റാദർ ദാൻ Fe2+ Fe3+ ആവുന്നതിനേക്കാൾ. ഓക്കെ, ഇവിടെ D5 എന്ന് പറയുന്ന ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. എന്തുകൊണ്ടാണ് Fe3+ മോർ സ്റ്റേബിൾ ആവാൻ കാരണം നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നൊരു പോയിൻ്റാണ്. കാരണം ഇറ്റ് വിൽ അറ്റൈൻ വാട്ട്? ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പക്ഷെ എന്തുകൊണ്ടായിരിക്കും Chromium+3 വളരെ സ്റ്റേബിൾ ആവാൻ കാരണം? Chromium+3 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാഫ് ഫിൽഡ് T2G ലെവലാണ്. നിങ്ങൾക്കറിയാം, ഒരു ഡി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ കോമ്പൗണ്ട്സിൽ അതിൻ്റെ ഡി ഓർബിറ്റൽസ് എന്തല്ല, എല്ലാത്തിനും ഒരേ എനർജി അല്ല, അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. T2Gയും EG ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ Chromium+3 ദാറ്റ് ഇസ് ദർ ആർ 3 ഇലക്ട്രോൺസ് ഇൻ ഡി ഓർബിറ്റൽസ്. ആ ഡി ഓർബിറ്റൽസ് നേരെ എവിടേക്കായിരിക്കും, ഡി ഓർബിറ്റൽസിലായ ഇലക്ട്രോൺസ് നേരെ എവിടേക്കായിരിക്കും വരുന്നത്? T2G ഓർബിറ്റൽസിലേക്കായിരിക്കും വരുന്നത്. T2G ഓർബിറ്റൽസ് ആർ ഹാവിങ് ലോവർ എനർജി, therefore it will have what? High stability. Okay, so that is a correct statement. So Fe3+നേക്കാൾ more stable ആണെന്ത്? Cr3+. So Cr+2 will be easily converted to what? +3. Therefore Chromium+2 is a stronger reducing agent. So ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. Transition metals and their compounds are known for their catalytic activity due to their ability to adopt multiple oxidation state and to form complexes. Transition metals, D block elements. D block elements good catalyst ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് അവർക്ക് ഒന്നിൽ കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് ഓൾസോ എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നൗ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, interstitial compounds are those that are formed when small atoms like hydrogen, carbon or nitrogen are trapped inside the crystal lattices of metals. അതായത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഫോം ചെയ്യുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ടാണ് ഇൻ്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ്. അതായത് നമുക്കറിയാം ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എല്ലാം തന്നെ എന്താണ്? മെറ്റൽസ് ആണ്. മെറ്റൽസ് ദേ ആർ സോളിഡ്സ് എക്സെപ്റ്റ് മെർക്കുറി. എന്താണ്? ഈ മെറ്റൽസ് എല്ലാം ടൈറ്റ്ലി ക്ലോസ് പാക്ഡ് ആണ്. എത്രയൊക്കെ ക്ലോസ് പാക്ക് ചെയ്താലും അതിൻ്റെ ഇടയിൽ സ്പേസ് വരും. ഈ സ്പേസിൽ എന്ത് ചെയ്യുന്നു? ചെറിയ ആറ്റംസ് ആയ കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ പോലെയുള്ള ആറ്റംസ് എന്ത് ചെയ്യുന്നു? ട്രാപ്പ് ചെയ്യുന്നു. ഈ കോമ്പൗണ്ട്സിന് പറയുന്ന പേരാണെന്ത്? ഇൻ്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ്. അതും എന്ത് തന്നെയാണ്? കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഒബ്വിയസ്ലി റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതായിരിക്കും? ഓപ്ഷൻ 4 ആയിരിക്കും. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്രോമിയം ഇൻ CrO4 2- ആൻഡ് Cr2O7 2- ആർ നോട്ട് സെയിം. നമുക്കൊന്ന് നോക്കാം അത് ശരിയാണോ അല്ലയോ എന്ന്. CrO4 2- നോക്കാം അല്ലേ. ക്രോമിയമാണ് എക്സ്, ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു എന്താണ്? ഓവറോൾ ചാർജ് -2. അപ്പോൾ എന്ത് വരും? എക്സ് ഇസ് ഈക്വൽ ടു +6 എന്ന് വരും. ഇനി നമ്മൾ Cr2O7 2- എടുത്ത് നോക്കാം. അപ്പോൾ 2x പ്ലസ് -2 ഇൻറ്റു 7 ഇസ് ഈക്വൽ ടു എന്ത് വരും? -2 വരും. അപ്പോൾ 2x ഇസ് ഈക്വൽ ടു 12 ആണ്, എക്സ് ഇസ് ഈക്വൽ ടു +6. അതായത് രണ്ടിലെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഇറ്റ്സ് നോട്ട് ഡിഫറെൻറ്റ്. സോ ദാറ്റ് ഈസ് ദി റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വരാൻ പറ്റുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്തുകൊണ്ടാണ് Chromium+4 സ്ട്രോങ്ങർ റെഡ്യൂസിങ് ഏജൻ്റ് ആയത്? ഇത് ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയാം. ഈ ഒരു പോയിൻറ്റും നിങ്ങളുടെ NCERTയിലെ ഇൻ ടെക്സ്റ്റിൽ വ്യക്തമായി തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, അതുമായിട്ട് ബേസ് ചെയ്തതാണ്. ഓക്കെ, ഈവൻ ദോ ഇറ്റ് സീംസ് ടു ബി ഡിഫിക്കൾട്ട്, പക്ഷേ NCERTയിലുള്ളതാണ്, അതേ സ്റ്റേറ്റ്മെൻ്റ് ആണ്, യാതൊരു വ്യത്യാസമില്ല. ഓക്കെ, അപ്പോൾ ക്രോമിയത്തിൻ്റെ കേസിൽ Chromium+2ഉം Fe+2 എടുക്കുമ്പോൾ ക്രോമിയവും +3 ആയിട്ട് കൺവേർട്ട് ചെയ്യും, അയണും എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? +3 ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിൽ ക്രോമിയത്തിൻ്റെയും +3 സ്റ്റേബിളാണ്, അയണിൻ്റെയും +3 സ്റ്റേബിളാണ്. പക്ഷേ അയണിൻ്റെ +3നേക്കാൾ സ്റ്റെബിലിറ്റി കൂടുതലാണ് എന്ത്? ക്രോമിയത്തിൻ്റെ +3ക്ക്. അതിന് കാരണം ക്രോമിയത്തിൻ്റെ +3യിൽ ഹാഫ് ഫിൽഡ് ആയിട്ടിരിക്കുന്ന T2G ഓർബിറ്റൽസ് ആയതുകൊണ്ടാണ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, സോ ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ 4. Okay, now we can move on to the next question. Identify the incorrect statement related to PCl5 from the following. PCl5നെ കുറിച്ചുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പിക്ക് ഔട്ട് ചെയ്യാനാണ്. 3 PCl bonds make an angle of 120 degree with each other. 2 PCl bonds make an angle of 180 degree with each other. Axial PCl bonds are longer than equatorial PCl bond. PCl5 molecule is non-reactive. Okay, ഫോസ്ഫറസ് ഒരു ഗ്രൂപ്പ് 15 എലമെൻ്റ് ആണ്. ദർ ആർ 5 വാലൻസ് ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അതിൽ
5 ക്ലോറിനുമായിട്ട് എന്ത് ചെയ്യുന്നു, ഓരോ ഇലക്ട്രോണും ഷെയർ ചെയ്ത് PCl ബോണ്ട് ഫോം ചെയ്യും. ഇറ്റ് ഈസ് ഹാവിങ് 5 ബോണ്ട് പെയർ ആണ് വരുന്നത്. ദെർഫോർ ഇറ്റ് ഈസ് ഹാവിങ് ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രി ആണ് വരുന്നത്. ഓക്കെ, ഫോസ്ഫറസ് ഗ്രൂപ്പ് 15 ആണ്. ഗ്രൂപ്പ് 15ൻ്റെ ഔട്ടർമോസ്റ്റ് ഷെൽ ഇലക്ട്രോൺസിൻ്റെ കോൺഫിഗറേഷൻ എന്താണ്, NS2 NP3 ആണ്. ദർ ആർ 5 ഇലക്ട്രോൺസ്. ആ 5 ഇലക്ട്രോൺസിൽ ഓരോന്നും ഓരോ ക്ലോറിനുമായിട്ട് എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. അങ്ങനെ 5 ബോണ്ട് പെയർ ഫോം ചെയ്യും. 5 ബോണ്ട് പെയർ വന്ന കാരണം ജോമെട്രി എന്താണ്, ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രിയാണ്. ഓക്കെ ഓക്കെ ഫോസ്ഫറസ് ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രിയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ 2 ടൈപ്പ് ബോൺസ് ഉണ്ട്. അതായത് ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രയാങ്കിളിലെ സെൻറ്ററിലായിരിക്കും ഫോസ്ഫറസ് വരിക. അതിൻ്റെ 3 വേർട്ടെക്സിലായിട്ട് എന്ത് വരും, ക്ലോറിൻ വരും. ഒരു ക്ലോറിൻ എബവ് ദ പ്ലെയിനും മറ്റൊരു ക്ലോറിൻ എന്തായിരിക്കും, ബിലോ ദ പ്ലെയിനും ആയിരിക്കും വരുന്നത്. അതിൽ ആ ട്രയാങ്കിളിൽ തന്നെയുള്ള ബോൺസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇക്വേറ്റോറിയൽ ബോൺസ് എന്ന് വിളിക്കുന്നത്. എബവ് ദ പ്ലെയിൻ ആൻഡ് ബിലോ ദ പ്ലെയിൻ ആണെന്ത്, ആക്സിയൽ ബോൺസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിൽ ഇക്വറ്റോറിയൽ ബോണ്ട് ആംഗിൾ വരുന്നത് 120 ഡിഗ്രി ആണ്. ആക്സിയൽ ബോണ്ട് ആംഗിൾ വരുന്നത് 90 ഡിഗ്രി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. 3 ഇക്വറ്റോറിയൽ PCl ബോണ്ട് മേക്ക് ആൻ ആംഗിൾ ഓഫ് 120 ഡിഗ്രി വിത്ത് ഈച്ച് അതർ. സോ ദാറ്റ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. 2 ആക്സിയൽ PCl ബോണ്ട് മേക്സ് ആൻ ആംഗിൾ ഓഫ് 180 ഡിഗ്രി വിത്ത് ഈച്ച് അതർ. അത് ശരിയല്ലേ? 2 എന്താണ് ആക്സിയൽ ബോൺസിൻ്റെയും ബോണ്ട് ആംഗിൾ എത്ര വരും, 180 ഡിഗ്രി വരും. ഒരെണ്ണം വിത്ത് ദ ട്രയാങ്കിൾ എത്രയാണ്, 90 ഡിഗ്രിയാണ്. അപ്പോൾ 2 ആക്സിയൽ ബോണ്ടിൻ്റെ ബോണ്ട് ആംഗിൾ എത്ര വരും, ദാറ്റ് ഇസ് ആക്ച്വലി 180 ഡിഗ്രി വിത്ത് ഈച്ച് അതർ ആണ്. അതും എന്ത് തന്നെയാണ്, കറക്റ്റാണ്. ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ആക്സിയൽ PCl ബോൺസ് ആർ സ്ലൈറ്റ്ലി ലോങ്ങർ ദാൻ ഇക്വറ്റോറിയൽ PCl ബോണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇതിൽ ആക്സിയൽ ബോൺസ്, ഇതിൽ ഒബ്വിയസ്ലി ബോണ്ട് പെയർ റിപ്പൽഷൻ ഉണ്ട് അല്ലേ. ഇതിൽ ആക്സിയൽ ബോണ്ടിന് ദർ ആർ 3 ഇക്വറ്റോറിയൽ ബോൺസുമായിട്ട് എന്ത് വരും, ബോണ്ട് പെയർ റിപ്പൽഷൻ വരും. പക്ഷേ ഒരു ഇക്വറ്റോറിയൽ ബോണ്ടിനോ 2 ആക്സിയൽ ബോണ്ടുമായിട്ടല്ലേ ബോണ്ട് പെയർ റിപ്പൽഷൻ വരുള്ളൂ. ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഒരു ആക്സിയൽ ബോണ്ട് എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര ഇക്വറ്റോറിയൽ ബോണ്ടുമായിട്ട്, 1 2 3 അല്ലേ, 3 ഇക്വറ്റോറിയൽ ബോണ്ടുമായിട്ട് റിപ്പൽഷൻ വരും. പക്ഷേ ഒരു ഇക്വറ്റോറിയൽ ബോണ്ട് എടുത്താലോ 2 ആക്സിയൽ ബോണ്ടുമായിട്ടല്ലേ റിപ്പൽഷൻ വരുള്ളൂ. അപ്പോൾ റിപ്പൽഷൻ ആർക്കാ കൂടുതൽ, ആക്സിയൽ ബോണ്ടിനാണ്. കാരണം ആക്സിയൽ ബോണ്ട് 3 ഇക്വറ്റോറിയൽ ബോണ്ടുമായിട്ട് റിപ്പൽ ചെയ്യും. ഇക്വറ്റോറിയൽ ബോണ്ട് ആണെങ്കിലോ 2 ആക്സിയൽ ബോണ്ടുമായിട്ട് റിപ്പൽ ചെയ്യുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പൽഷൻ ആർക്കാണ് വരുന്നത്, ആക്സിയൽ ബോണ്ടിനാണ്. ആ റിപ്പൽഷൻ കുറയ്ക്കാനായിട്ട് ദേ വിൽ സ്ലൈറ്റ്ലി മൂവ് എ ഫാർ ഡിസ്റ്റൻസ്. അവർ കുറച്ച് അകന്ന് നിൽക്കും. അകന്ന് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും, അവരുടെ ബോണ്ട് ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. സോ ആക്സിയൽ ബോണ്ട്സ് ആർ സ്ലൈറ്റ്ലി ലോങ്ങർ ദാൻ ഇക്വറ്റോറിയൽ ബോണ്ട്സ്. അതും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവരുടെ ബോണ്ട് ഡിസ്റ്റൻസ് ശരിക്കും വരുന്നത് ഇറ്റ് ഇസ് 240 പൈക്കോമീറ്റർ വരും ആക്സിയൽ. ഇക്വറ്റോറിയൽ ആണെങ്കിൽ 202 പൈക്കോമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി അതും ശരിയായതുകൊണ്ട് ഒബ്വിയസ്ലി റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, PCl5 നോൺ റിയാക്റ്റീവ് ആണ്. PCl5 റിയാക്റ്റീവ് ആണ്. കാരണം ഈ ആക്സിയൽ ബോൺസ് സ്ലൈറ്റ്ലി ലോങ്ങർ ആയതുകൊണ്ട് ദേ ആർ വീക്കർ ബോൺസ്, ദേ ക്യാൻ ബി ഈസിലി ബ്രേക്ക് ഡൗൺ. ദെയർഫോർ ഇറ്റ് ഈസ് ഹൈലി റിയാക്റ്റീവ്. അവരെന്താണ്, ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പോൾ ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്ഷൻ 4 ഇസ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അപ്പോൾ ഇന്ന് എടുത്ത ക്വസ്റ്റ്യൻസ് P ബ്ലോക്കിലെയും D ആൻഡ് F ബ്ലോക്കിലെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.